أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ സഹോദരിമാരെ, അൽ ഹിദായത്തു വല്ലലാല വശഹാദത്തു വൽ ഇബാദ, അൽ ഹിദായത്തു വൽ ഇസ്തിഖാമ വശഹാദത്തു വൽ ഇബാദ. 4 കാര്യങ്ങൾ. ഒന്ന് ഹിദായത്ത്, രണ്ടാമത്തത് ഇസ്തിഖാമത്ത്, മൂന്നാമത്തത് ഷഹാദത്ത്, നാലാമത്തത് ഇബാദത്ത്. എന്താണ് ഈ ഹിദായത്ത്? നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ് ഹിദായത്ത് എന്ന്. അതിന് നമ്മൾ മലയാളത്തിൽ സന്മാർഗം എന്നൊക്കെ അർത്ഥം പറയും. ശരിക്കും സന്മാർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയില്ല. സന്മാർഗം എന്ന് പറഞ്ഞാൽ സന്മാർഗം തന്നെ എന്ന് പറയും. സന്മാർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് ഈ സന്മാർഗത്തിൻ്റെ ശരിയായ വിശദീകരണം? എല്ലാവരും ഹിദായത്തിന് ചോദിക്കും. അല്ലാഹ് എനിക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പറയും, ഇല്ലേ? നമ്മൾ സാധാരണ ദുആ ചെയ്യുമ്പോഴൊക്കെ എന്താണ് ഈ ഹിദായത്ത്? അല്ലാഹുവേ നീ നമ്മളെ ഹിദായത്തിലാക്കണമേ, നീ ഇന്നാളെ ഹിദായത്തിലാക്കണമേ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ പറയും. എന്താണ് ഈ ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ അർത്ഥം നാം ആദ്യം മനസ്സിലാക്കണം. എന്നാലേ ആ ഹിദായത്തിന് അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് അർത്ഥമുള്ളൂ. കാര്യം മനസ്സിലാക്കാതെ എന്തെങ്കിലും ചോദിച്ചിട്ട് കാര്യമില്ല. ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഏത് മതക്കാരനാവട്ടെ, ഏത് ജാതിക്കാരനാവട്ടെ, ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആവശ്യങ്ങൾ എന്ത് തന്നെ ആയാലും അള്ളാഹുവിനോട് മാത്രം ചോദിച്ചു വാങ്ങുക എന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ അവൻ ഹിദായത്തിലാണ്. അതിനാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. എന്ത് കാര്യവും അള്ളാഹുമായി മാത്രം ബന്ധപ്പെടുത്തുന്നതിൻ്റെ പേരാണ് ഹിദായത്ത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് ലലാലത്താണ്. എന്താണ് ഈ ലലാലത്ത്? വഴികേട് എന്നൊക്കെ നമ്മൾ അർത്ഥം വെക്കും മലയാളത്തിൽ. ആർക്കും ഒന്നും തിരിഞ്ഞിട്ടുണ്ടാവില്ല. ഈ അർത്ഥം വെച്ചേരുന്നാക്ക് തന്നെ അറിയില്ല, എന്നിട്ടല്ലേ കേൾക്കുന്നാക്ക്. ലലാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് ആശ്രയിക്കുന്നൊരു മാനസികാവസ്ഥ ഒരുത്തനുണ്ടെങ്കിൽ അവൻ ലലാലത്തിലാണ്. ഒരാൾ കൃത്യമായി 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, കൃത്യമായി നോമ്പ് നോക്കുന്ന ആളാണ്,
കൃത്യമായി ഹജ്ജ് ചെയ്യുന്ന ആളാണ്, വർഷത്തിലോ മാസത്തിലോ ഉംറക്ക് വരുന്ന ആളാണ്, ലക്ഷക്കണക്കിന് ഉറുപ്പിക പാവങ്ങൾക്ക് സാധുക്കൾക്ക് ധർമ്മം ചെയ്യുന്ന ആളാണ്, സക്കാത്ത് കൃത്യമായി നൽകുന്ന ആളാണ്, മദ്രസ, പള്ളി, അറബി കോളേജ്, മിസ്കീൻ ഖാന, യത്തീം ഖാന, അങ്ങനെ സകല ഖാനകളും നടത്തുന്ന ആളാണ്. ഒരു വഖത്ത് നിസ്കാരം ഒഴിവാക്കൂല, തഹജ്ജുദ് കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കുന്നവരാണ്. ഒന്നിക്കൊരു നബിയെ, അല്ലെങ്കിൽ ഒരു റസൂലിനെ, അല്ലെങ്കിൽ ഒരു മലക്കിനെ, അല്ലെങ്കിൽ ഒരു ജിന്നിനെ, അല്ലെങ്കിൽ ഒരു തങ്ങളെ, അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ, ഒന്നിക്ക് ജീവിച്ചിരിക്കുന്ന മഹാനെ അല്ലെങ്കിൽ മരിച്ചുപോയ മഹാനെ ആശ്രയിക്കുന്നവനാണ്. എങ്കിൽ അവൻ ലലാലത്തിലാണ്, വഴികേടിലാണ്. വല്ലാഹി അവൻ്റെ നിസ്കാരം അവൻ ഉപകരിക്കുകയില്ല, അവൻ്റെ നോമ്പ് അവൻ ഉപകരിക്കുകയില്ല, അവൻ്റെ സക്കാത്ത് ഉപകരിക്കുകയില്ല, അവൻ്റെ ഹജ്ജോ ഉംറയോ ഉപകരിക്കുകയില്ല ലലാലത്തിനാണെങ്കിൽ. സാധാരണ നമ്മൾ ലലാലത്തിലാണ്, വഴികേട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവനിക്കാണ് നമ്മൾ വഴികേട് എന്ന് പറയുന്നത്. ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ ലലാലത്ത് എന്നത് തെറ്റ് ചെയ്യുന്നവൻ്റെ പേരല്ല. ശരികൾ ചെയ്യുന്നതിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കുന്നവരാണ് ലലാലത്തിൽ. വഫി ലലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ്. അതേ സന്ദർഭത്തിൽ മറ്റവൻ അള്ളാഹുവിനെ മാത്രമേ ആശ്രയിക്കാറുള്ളൂ. എന്ത് പ്രശ്നങ്ങൾ വന്നാലും, അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ട് ആകാശം വരെ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, അവൻ അള്ളാഹുവിനെ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ. അള്ളാഹു ഇടപെടുന്നത് വരെ അവൻ കാത്തിരിക്കും. അഥവാ അള്ളാഹു ഇടപെട്ടിട്ടില്ലെങ്കിൽ ആ പ്രശ്നവുമായിട്ട് അവൻ മരിക്കും. എന്നിട്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ, ഞാൻ ഇന്ന പ്രശ്നക്കാരനായിരുന്നു, ആ പ്രശ്നം പരിഹരിച്ചു തരാൻ ഞാൻ നിന്നോട് ഒരുപാട് ആവശ്യപ്പെട്ടു, നീ എനിക്ക് ആ പ്രശ്നം പരിഹരിച്ചു തന്നില്ല. പലരും എന്നോട് നീ അല്ലാത്തവരെ സമീപിക്കാൻ പറഞ്ഞു, നീ ഇന്ന തങ്ങളടുത്ത് പോയി നോക്ക്, ഇന്ന ജാറത്തിൽ പോയി നോക്ക്, ഇന്ന മക്കാമിൽ പോയി നോക്ക്, ഇന്ന ഷെയ്ഖിൻ്റെ അടുത്തൊന്ന് പോയി നോക്ക്, ഇന്ന ജിന്നിൻ്റെ അടുത്തൊന്ന് പോയി നോക്ക്, ഇന്ന മലക്കിൻ്റെ അടുത്തൊന്ന് പോയി നോക്ക്, ഇന്ന ബീവിൻ്റെ അടുത്തൊന്ന് പോയി നോക്ക്, അല്ലെങ്കിൽ ഇന്നൊരു ബാബരുടെ അടുത്തൊന്ന് പോയി നോക്കിയതുകൊണ്ട് പലരും പറഞ്ഞിരുന്നു എന്നോട്. പല ഉസ്താദുമാരും എന്നോട് അത് ഉപദേശിച്ചിരുന്നു, പല ഷെയ്ഖന്മാരും എന്നോട് പറഞ്ഞു, പല പ്രസംഗങ്ങളിലും ഞാനത് കേട്ടിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും അനുസരിച്ചില്ല. അള്ളാഹുവേ, ഞാൻ നിന്നെ മാത്രം ആശ്രയിച്ചു. നീ തരുമ്പം മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. നിന്നെ കണ്ടുമുട്ടുന്ന സമയത്ത് എനിക്ക് വിലപേശാൻ പറ്റുമെന്ന് നിന്റെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നീ അതിനുള്ള ഫലം നീ തരണം അള്ളാഹുവേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, നീ സ്വർഗത്തിലാണ്. ഇതാണ് തൗഹീദിൻ്റെ വില. ഈ അള്ളാഹു മാത്രം എന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയൊന്നും ചെയ്യണ്ട. ചിലപ്പോൾ ദുനിയാവിൽ നടന്നെന്ന് വരും, ചിലപ്പോൾ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് വന്നെന്ന് വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ വരെ കാത്തിരുന്നെന്ന് വരും. പക്ഷെ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക, അവൻ്റെ മനസ്സ് അള്ളാഹുവിലേക്കാണ് എപ്പോഴും. എന്നാലും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പരിപാടിയില്ല. എന്നാലും എന്ന പ്രയോഗം കൊടിയ ശിർക്കിൻ്റെ വാക്കാണ്. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും എന്ന പ്രയോഗം കൊടിയ ശിർക്കിൻ്റെ വാക്കാണ്. ഒരാളൊരു കൂട്ടുകാരനെ കണ്ടുമുട്ടിയ വഴിയിൽ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. എന്തുണ്ട്? റാഹത്ത് തന്നെ, സുഖം തന്നെ, സന്തോഷം തന്നെ. അൽഹംദുലില്ലാ, സന്തോഷമാണ്, സുഖമാണ്. നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, നിന്റെ മകൻ ഗൾഫിലുണ്ടല്ലോ, കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് പൈസ അയച്ചു തരൂലേ എന്ന് പറയുന്ന സമയത്ത് ഒരുത്തൻ എന്നാലും ഇത് കുഴപ്പമില്ലാത്ത എന്നാലുമാണ്. മഖ്ലൂക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും എന്ന പ്രയോഗം ആവാം. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നീ ഒന്നും വിഷമിക്കണ്ടോ, എല്ലാ കാര്യങ്ങളും അള്ളാഹു നടത്തിത്തരും. ആ സമയത്ത് ഇവൻ്റെ മറുപടി, അള്ളാഹ് നടത്തും, എന്നാലും വല്ലാഹി അവൻ മുശ്രിക്കായി. ആ എന്നാലും പ്രയോഗം അള്ളാഹുവിന് ഒരു കാരണത്താൽ ഇഷ്ടപ്പെടുകയില്ല. കാരണം അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിന്നെ എന്നാലും ഇല്ല. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വഹദ ലാ ശരീക ലഹു, പിന്നെന്തെന്നാലും. ഈ വഹദഹു ലാ ശരീക ലഹു എന്നുള്ള അർത്ഥം പഠിച്ചാൽ പിന്നെ എന്നാലും എന്നത് പ്രസക്തിയില്ല. വഹദഹു എന്നത് ബാത്തിലാക്കി കളയും, ലാ ശരീക ലഹു എന്ന് ബാത്തിലാക്കി കളയും എന്നാലും എന്ന പ്രയോഗം. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും എന്ന പദം ഉപയോഗിക്കരുത്. നമ്മൾ സാധാരണ മലയാളികൾക്കുള്ള സ്വഭാവമാണ് എന്ത് പറഞ്ഞാലും പറയും എന്നാലും. മഖ്ലൂക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളൊന്നിച്ച് ഉസ്താദ് ഉണ്ടല്ലോ, എന്നാലും കുഴപ്പമില്ല പറയുന്നതിന്. നിങ്ങളൊന്നിച്ച് അള്ളാഹു ഉണ്ട്, വിഷമിക്കണ്ട.
ബേശക്, ഒരു സംശയ കാര്യത്തിൽ ഒരു വിഷമം എനിക്കില്ല, അള്ളാഹു മതി എനിക്ക്. ഇതാണ് തൗഹീദ്, അതാണ് ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒന്നാണെന്ന് പറഞ്ഞിട്ട് നടക്കില്ല, പ്രസംഗിച്ചോണ്ട് നടക്കാനല്ല, അതിങ്ങനെ ദിക്റിയിക്കൊണ്ടിരിക്കലല്ല. ദൈനംദിന ജീവിതത്തിൽ അള്ളാഹു മാത്രമാണ് ഞാൻ അംഗീകരിച്ചത് എന്ന് ജീവിച്ച് തെളിയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക. അതെന്ത് ഒരു കല്ലിന് വെച്ച് കുത്തിയാലും കൈയൊന്ന് മുറിഞ്ഞു പോയാലും അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപ്പ് തീർന്നു പോയാലും അതിൻ്റെ ഉടമസ്ഥനോട്. നമ്മൾ സാധാരണ വാടകയ്ക്ക് വീട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ വീട്ടിലെന്തെങ്കിലും കുഴപ്പം വന്ന് തേങ്ങ വീട്ട് ഓട് പൊട്ടി വാടക താമസിക്കുന്ന വീട് നമ്മളെന്താ ചെയ്യുക സാധാരണ? അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ മിസ്റ്റേക്ക് വന്ന് പൈപ്പ് കേടായി എന്താ ചെയ്യുക? നമ്മൾ മുതലാളിനെ വിളിച്ച് പറയും അല്ലേ? ഇല്ലെങ്കല്ലേ ചെയ്യുക. മുതലാളിനെ വിളിച്ചിട്ട് പറയും പൈപ്പ് കേടായിട്ടുണ്ട്, തേങ്ങ വീണിട്ട് ഓട് പൊട്ടിയിട്ടുണ്ട് എന്ന്. നമ്മൾ മുതലാളി എന്ത് പറയും? ചിലപ്പോൾ അതൊന്ന് ശരിയാക്കിക്കോ, ആ പൈസ ഞാൻ തന്നേക്കാം, എന്നാൽ ശരിയാണെന്ന് ആയിക്കോളാം പറയും. പക്ഷെ ആദ്യം പറയേണ്ടത് ആരോടാണ്? ഉടമസ്ഥനോട്. അടുക്കളയിൽ ഉപ്പ് തീർന്നു പോയാൽ പറയേണ്ടത് ആരോടാണ്? അല്ലാ, ഉപ്പ് തീർന്നു അല്ലാ. നമുക്കത് നിസ്സാരമായി തോന്നുന്നുണ്ടെങ്കിൽ ആ ഒറ്റ വാക്ക് മതി സ്വർഗത്തിലേക്ക് പോകാൻ. കാരണം അടിമയോട് അല്ലാഹു തആല പറയുന്നു, അവൻ ഉപ്പ് തീർന്നപ്പോഴും പറഞ്ഞത് എന്നോടാണ്. അതെ, ഞാനാണ് മാലിക്, ഉപ്പിൻ്റെ മാലിക് ഞാനാണ്. ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയാലും അള്ളാഹിനോട് ചോദിക്കാമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് വെറുതെ അല്ല, അതൊരു ആലങ്കാരിക വാക്കല്ല. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെരുപ്പിൻ്റെ വാറ് പൊട്ടി, അല്ലാ ചെരുപ്പ് പൊട്ടി, എനിക്കൊരു ചെരുപ്പ് വേണം. എന്തൊരു രസമാണ് ആ വാക്ക്. നാളെ ആഖിറത്തിൽ അല്ലാഹു തആല അവനെ ചേർത്ത് പിടിക്കും. നാളെ ആഖിറത്തിൽ അല്ലാഹു തആല അവനെ ചേർത്ത് പിടിക്കും. എന്നിട്ട് ആൾക്കൂട്ടത്തിൽ അള്ളാഹു വിളിച്ചു പറയും, ഇവനെ പരിചയമുണ്ടോ? ആർക്കറിയാൻ ഇവനെ? ഏതൊരു നാടൻ. ഇവൻ കാലിലെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയാൽ എന്നോടാണ് പറയുക, ഞാനാണ് ആ ചെരുപ്പിൻ്റെ മാലിക്, ഉടമസ്ഥൻ. എന്നോട് പറഞ്ഞിട്ടേ ഓൻ വേറെ വഴി നോക്കുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ആളാണ് ഇവനാണ് അഹ്ലുല്ല എന്ന് പറയാം, അള്ളാഹിൻ്റെ സ്വന്തക്കാരെന്ന് അതിന് പറയാം. അള്ളാഹിൻ്റെ സ്വന്തക്കാരാകാൻ വലിയ വലിയൊന്നും ആവണ്ട, വലിയ ഷെയ്ഖൊന്നും ആവണ്ട അള്ളാഹിൻ്റെ സ്വന്തക്കാരനാവാൻ. സാധാ സീതാ ജനങ്ങൾ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാവാം, വലിയ വലിയ ഷെയ്ഖന്മാർ നരകത്തിലേക്കും പോകാം ഈ ഒറ്റ കാരണത്താൽ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആളാകാൻ വേണ്ടിയിട്ട് ഉസ്താദുമാരെ പിന്നാലെ അല്ലെങ്കിൽ തങ്ങന്മാരെ പിന്നാലെ അങ്ങനത്തെ പരിപാടിയില്ല. അള്ളാഹുവിൻ്റെ ആളാകാൻ അള്ളാഹുവിൻ്റെ മാത്രം ആശ്രയിക്കുക, അതന്നെ അള്ളാഹുവിൻ്റെ ആളാകും. ഏറ്റവും വലിയ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. വലിയ എന്ന് പറഞ്ഞാൽ മുത്തഖിയാണ്. മുത്തഖി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കൃത്യമായി പാലിക്കുന്നവനാണ്. ഒന്നാമത്തെ കൽപ്പന ഉഅ്ബുദുല്ലാഹ് വഹ്ദ ലാ ശരീക ലഹ്. എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോടേ പറയാവൂ, ഇതാണ് അള്ളാഹുവിൻ്റെ ആദ്യത്തെ കൽപ്പന. ഏറ്റവും അള്ളാഹുവേ ഞാൻ നിന്നോടേ പറയുള്ളൂ. അടിമയും ഉടമയും തമ്മിലുള്ള കരാർ സഹിയായി. ഹിദായത്ത് വലിയൊരു വിഷയമാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് ഹിദായത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പോഴെല്ലാം അള്ളാഹുവേ നീ എനിക്ക് ഹിദായത്ത് തരണേ അല്ലാ, എൻ്റെ മക്കൾക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അതിന് നാം എന്ത് മനസ്സിലാക്കണം? അല്ലാ, എനിക്കും എൻ്റെ ഭാര്യ മക്കൾക്കും നിന്നെ മാത്രം ആശ്രയിക്കാനുള്ള മനസ്സ് തരണേ അല്ലാ എന്നാണ് എൻ്റെ അർത്ഥം. ഹിദായത്തിൻ്റെ ഭയം. നിക്കരിക്കാൻ തൗഫീക്ക് തരണേ, നോമ്പ് വെക്കാൻ തൗഫീക്ക് തരണേ, അത് രണ്ടാമത്തെ വിഷയമാണ്. ഹിദായത്ത് അല്ലാഹു തആല വെച്ചിരിക്കുന്നത് ഈ രീതിയിലാണ്. ആ മാനസികാവസ്ഥക്കാണ് ഹിദായത്ത്. ഇതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു നബിൻ്റെ കെയർ ഓഫിൽ ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു റസൂലിൻ്റെ കെയർ ഓഫിൽ ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു ഷെയ്ഖിൻ്റെയോ വലിയിൻ്റെയോ കെയർ ഓഫിൽ ഹിദായത്ത് കിട്ടുന്ന പ്രശ്നമില്ല. ഒരു ജിന്നിൻ്റെയോ മലക്കിൻ്റെയോ കെയർ ഓഫിൽ ഹിദായത്ത് കിട്ടുന്ന പ്രശ്നമില്ല. ഒരു ഉസ്താദിൻ്റെയോ തങ്ങളുടെയോ ബീവിയുടെയോ ബാവയുടെയോ കെയർ ഓഫിൽ ഹിദായത്ത് കിട്ടുന്ന പ്രശ്നമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ റസൂലാക്കി 950 കൊല്ലം. ആ കെയർ ഓഫിൽ സ്വന്തം ഭാര്യയ്ക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തില്ല. നൂഹ് നബി 950 കൊല്ലം ദുആ ചെയ്തു അള്ളാഹുവിനോട്, എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോനിക്കും ഹിദായത്ത് കൊടുക്കുക അള്ളാഹുവേ. അല്ലാഹു തആല പറഞ്ഞു, ഹിദായത്ത് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചവരുടെ ലിസ്റ്റിൽ നിൻ്റെ ഭാര്യയും മോനും ഇല്ല. വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയിട്ടും അല്ലാഹു തആലയോട് ചോദിച്ചു. ലൂത്ത് നബിൻ്റെ കെയർ ഓഫിൽ ഭാര്യയ്ക്ക് ഹിദായത്ത് കിട്ടിയില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് ചോദിച്ചു ബാപ്പാക്ക് ഹിദായത്ത് കിട്ടാൻ. അല്ലാഹു തആല പറഞ്ഞു, ബാപ്പാൻ്റെ കാര്യം മിണ്ടിപ്പോകരുത് എന്ന്. റസൂലുള്ളാഹി പറഞ്ഞു, ഇബ്രാഹിം നബിൻ്റെ ബാപ്പ ചത്ത കഴുതപ്പുലിയുടെ ശരീരം വലിച്ചെറിയുന്നത് പോലെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് കാണും. അപ്പോൾ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പറയും, അല്ലാ
എന്നെ നീ കുറവാക്കല്ലേ അല്ലാഹ് എന്ന്. കാരണം തൗഹീദിൻ്റെ പ്രബോധകനായ പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ബാപ്പ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ച കാണാൻ ഇബ്രാഹിമിന് താക്കത്തില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തൗഹീദല്ലാതെ വേറെ ഒന്നും പരിഗണിക്കുകയില്ല. ആരാണ് ഇബ്രാഹിം നബി? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹിൻ്റെ കൂട്ടുകാരനെന്ന് അള്ളാഹ് പറഞ്ഞതാണ് ഇബ്രാഹിം നബിയെ പറ്റി. ആ കൂട്ടുകാരൻ്റെ ബാപ്പാനെ ഒന്ന് രക്ഷപ്പെടുത്തിയേക്കാം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചില്ല. കാരണം ഹിദായത്ത് ഇബ്രാഹിം നബിൻ്റെ കെയർ ഓഫിൽ ബാപ്പാക്ക് കിട്ടുന്ന പ്രശ്നമില്ല. അഷ്റഫുൽ ഖൽക്കിൻ്റെ എല്ലാമായിരുന്നു അബൂ താലിബ്. അബ്ദുൽ മുത്തലിബ് മരിച്ചു 8ാമത്തെ വയസ്സിൽ അഷ്റഫുൽ ഖൽക്കിന്. ആ 8 വയസ്സ് മുതൽ അഷ്റഫുൽ ഖൽക്കിനെ പരിപാലിക്കുന്നത് സുദീർഘമായ കാലം, ഏതാണ്ട് 32 8 40 കൊല്ലക്കാലം. 40 കൊല്ലക്കാലം അബൂ താലിബാണ് അഷ്റഫുൽ ഖൽക്കിനെ സംരക്ഷിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് അബൂ താലിബ് ജീവിച്ചത്. ആ അബൂ താലിബിന് അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ല. ആ അബൂ താലിബ് നരകത്തിലാണ് എന്ന് സംശയിച്ചവരും നരകത്തിലാണ്. പലപ്പോഴും ദുആ ചെയ്തു, അല്ലാഹുവേ എൻ്റെ മൂത്താപ്പ പറഞ്ഞിട്ട് കാര്യമില്ല മുഹമ്മദ് നബി, ഹിദായത്ത് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചവരെ ലിസ്റ്റിൽ നിങ്ങളെ മൂത്താപ്പാനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കരഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ. കരയേണ്ട മുഹമ്മദ് നബി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നിങ്ങൾക്കിഷ്ടമാണ്, നിങ്ങൾക്ക് സ്നേഹമാണ്, നിങ്ങൾക്ക് മഹബത്താണ്, അതുകൊണ്ടൊന്നും ഹിദായത്ത് കിട്ടൂല മുഹമ്മദ് നബി. ഹിദായത്ത് ശബ്ദം ഉണ്ടാക്കരുത്. കുട്ടിനെ കളിപ്പിക്കുന്ന സദസ്സിൽ അങ്ങനെ ഇങ്ങോട്ടൊക്കെ കസേര. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർക്ക്, അള്ളാഹു ഉദ്ദേശിച്ചവർക്കാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നത്. അബൂജഹൽ അള്ളാഹു താല ഹിദായത്ത് കൊടുത്തില്ല. അബൂജഹലിൻ്റെ മകൻ ഇക്രിമത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുത്തു. ബാപ്പാനെ തള്ളി മോനെ ഉൾക്കൊണ്ടു. ആർക്കും ഇടപെടാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധക്കളത്തിൽ ഹംസത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ ക്രൂരമായി കൊല ചെയ്ത വഹ്ശി, ആ വഹ്ശിക്കെതിരായിട്ട് നബി തങ്ങൾ ദുആ ചെയ്തു. ആ വഹ്ശിയെ നീ നശിപ്പിക്കണേ അള്ളാഹു എന്നും പറഞ്ഞിട്ട് അള്ളാഹു തആല അഷ്റഫുൽ ഖൽക്കിനോട് പറഞ്ഞു, ഓ മുഹമ്മദ് നബി, ആരെ രക്ഷപ്പെടുത്തണം ആരെ ശിക്ഷിക്കണം തീരുമാനിക്കേണ്ടത് ഞാനാണ്. ലൈസ ലക മിനൽ അംരി ശൈ. ഒരാളുടെയും കാര്യത്തിൽ തീരുമാനം എന്നോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അള്ളാഹു തആല. റസൂലുള്ളാഹി തങ്ങളോടാണ് പറയുന്നത്. ഒരാൾ നന്നാവണോ പിടക്കാവണോ അതൊന്നും എന്നോട്, നന്നാക്കണം പിടക്കാക്കണം അതൊന്നും എന്നോട് പറയണ്ട, ശിക്ഷിക്കണം വേണ്ട. ഞാൻ ഇഷ്ടപ്പെട്ടവരെ ശിക്ഷിക്കും, അല്ലാത്തവർക്ക് ഞാൻ തൗബ കൊടുക്കും. എന്താണിത്? എന്താണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അഷ്റഫുൽ ഖൽക്കിനോടാ പറയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു, വഹ്ശിക്ക് എതിരായിട്ട് നശിപ്പിക്കാൻ. അള്ളാഹു തആല വഹ്ശിക്ക് ഹിദായത്ത് കൊടുത്തു. മുസ്ലിമായ വഹ്ശി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അബൂ സുഫിയാൻ എതിരായിട്ട് ദുആ ചെയ്തു റസൂലുള്ളാഹി തങ്ങൾ, ഉഹദിൻ്റെ ആ വിഷമം സഹിക്കാൻ കഴിയാഞ്ഞിട്ട്. പക്ഷെ അള്ളാഹു തആല അബൂ സുഫിയാൻ ഹിദായത്ത് കൊടുത്തു. അബൂ സുഫിയാൻ മുസ്ലിമായി. എന്താണ് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞത്? നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ ആ പ്രയാസം ഉണ്ടാക്കുന്നതിനെതിരായിട്ട് എന്നോട് ദുആ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് ആവശ്യം? നിങ്ങൾ എടുക്കാൻ പറഞ്ഞ പണി മാത്രം എടുത്താൽ മതി. നിങ്ങളെ ജോലി തബ്ലീഗാണ്, നിങ്ങളെ ജോലി ദഅവത്താണ്. എന്നെ പരിചയപ്പെടുത്തി കൊടുക്കലാണ് നിങ്ങൾക്ക് ജോലി. എന്നെ പരിചയപ്പെടുത്തി കൊടുത്തി ഒരാളെ നന്നാക്കേണ്ട ജോലി അത് നിങ്ങൾക്കില്ല ഉത്തരവാദിത്തം, അത് എനിക്കാണ് ഉത്തരവാദിത്തം. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന ജോലി മാത്രമേ നിങ്ങൾക്കുള്ളൂ. എന്നെ പറഞ്ഞു കൊടുക്കുക, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. കേൾക്കുന്ന ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല. എന്താണ് ദീൻ? ഇനി നമ്മൾ 2ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കേൻ. ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഹിദായത്ത് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ അതാദ്യം പരിശോധിക്കുക. എന്നിട്ട് നമ്മൾ ഉംറയെ പറ്റിയൊക്കെ ആലോചിക്കുക, നിസ്കാരത്തെ പറ്റിയൊക്കെ. എല്ലാ വക്തും അറബിപ്പോയി നിസ്കരിക്കൂലേ അല്ലേ? ഓടിച്ചാടിപ്പോവില്ലേ തണുപ്പും കൊണ്ടിട്ട്? അതിനെപ്പറ്റിയൊക്കെ നമുക്ക് 2ാമത് ആലോചിക്കാം. ആദ്യം ഇത് ആലോചിക്കുക. ഈ ഇരിക്കുന്ന നമ്മൾ ഹിദായത്ത് കിട്ടിയവരാണോ അല്ലയോ? ഞാനടക്കം, ഈ ആണുങ്ങളെ പെണ്ണുങ്ങളടക്കം നിങ്ങൾ ഉംറ ചെയ്യാൻ വന്നവരാണ്. ഉംറ ചെയ്തു മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇപ്പം അഷ്റഫുൽ ഖൽക്കിൻ്റെ നാട്ടിലാണ്, തിരിച്ചു പോകാൻ പോവുകയാണ്. ഇവിടെ ആലോചിക്കേണ്ട 1ാമത്തെ വിഷയം, ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഹിദായത്ത് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെ ഉസ്താദെ മനസ്സിലാകുക? തീർച്ചയായിട്ടും മനസ്സിലാകും. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ
ഇതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ജാറത്തിലേക്ക് മനസ്സ് നീങ്ങിയവർ, വലിയിലേക്ക് മനസ്സ് നീങ്ങിയവർ, തങ്ങളിലേക്ക് മനസ്സ് നീങ്ങിയവർ, ഷെയ്ഖിലേക്ക് മനസ്സ് നീങ്ങിയവർ, ജിന്നിലേക്ക് മനസ്സ് നീങ്ങിയവർ, മലക്കിലേക്ക് മനസ്സ് നീങ്ങിയവർ, ഇതിനുമുമ്പ് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും തങ്ങളെ എന്നുള്ള ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാം തീരുമാനിക്കുന്നു, ഇനി അങ്ങോട്ട് എനിക്കാരുമില്ല, എൻ്റെ അള്ളാഹു മാത്രം, ഇനി മരിക്കുന്നത് വരെ ഇനി ആരെയും ആശ്രയിക്കുന്ന പ്രശ്നമില്ല എന്ന ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വല്ലാഹി നാം ഹിദായത്തിലാണ്. മലയാളം മനസ്സിലാകുന്നുണ്ടോ? മംഗലാപുരക്കാർക്ക് മലയാളം മനസ്സിലാകുന്നുണ്ടോ? അല്ലേ? മലയാളം മനസ്സിലാവില്ലേ നിങ്ങളെ ആൾക്കാർക്കൊക്കെ? അതാണ് ഞാൻ നിങ്ങൾ ഹിദായത്തിലാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള വഴി. എന്നാലും ലാബിൽ കൊണ്ടുപോയി രക്തം പരിശോധിച്ചാൽ ലാബിൽ കൊണ്ടുപോയി ഗ്രൂപ്പ് മനസ്സിലാക്കാൻ പറ്റും. ഹിദായത്ത് മനസ്സിലാക്കാൻ ലാബിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഹിദായത്ത് നമ്മൾ സ്വന്തം ചിന്തിച്ചെടുക്കണം. ഞാൻ ഒരുപാട് നാളായി അള്ളാഹുവിനെ കട്ടി കേൾക്കാൻ തുടങ്ങിയിട്ട്, റസൂലിനെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട്, നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, ഹജ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇപ്പോൾ ഉംറക്കും വന്നിട്ടുണ്ട്. എൻ്റെ മനസ്സെവിടെ കിടക്കുന്നു ചോദിക്കണം ഓരോ ആണും പെണ്ണും സ്വന്തത്തോട്. ഞാൻ എന്നോട് ചോദിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കുള്ള ആശ്രയത്വം മനസ്സിൽ വരുന്നുണ്ടോ? പോയ ഉടനെ തന്നെ ഇന്ന തങ്ങളെടുത്ത് പോകാം, അല്ലെങ്കിൽ ഇന്ന ഉസ്താദിൻ്റെ അടുത്ത് പോകാം, അല്ലെ ഇന്ന ഷെയ്ഖിൻ്റെ അടുത്ത് പോകാം, അല്ലെ മരിച്ചുപോയ ഇന്ന ജാറത്തിലേക്ക് പോകാം, എന്നിട്ട് പരാതി പറയാം എന്ന് തോന്നുന്നുണ്ടോ? അതോ ഇല്ല, ഇനി ഒരിക്കലും അള്ളാഹു അല്ലാത്തവരെ സമീപിക്കുന്ന പ്രശ്നമില്ല. ചരിത്രം സാക്ഷി, നൂഹ് നബി തൊട്ട് ഇങ്ങോട്ടുള്ള ചരിത്രം സാക്ഷി. അവിടെ എല്ലാം അള്ളാഹു മാത്രം എന്നതും അള്ളാഹുവിനോടൊപ്പം എന്നതും തമ്മിലാണ് പ്രശ്നം. പ്രവാചകന്മാർ വന്നിട്ട് പറഞ്ഞു അള്ളാഹു മാത്രം, അല്ലാത്തവര് പറഞ്ഞു അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരും ആവാം. ഈ രണ്ട് തർക്കങ്ങൾ ഉണ്ടായി. ഞാൻ അള്ളാഹു മാത്രം എന്നതിൽ നിൽക്കുന്നു, എൻ്റെ മനസ്സ് അതിന് പാകമാക്കി തരണം, ഞാനിപ്പോൾ അത് തീരുമാനിച്ചിരിക്കുന്നു. ഹിദായത്തിലാണ്. ഇപ്പൊ ഹിദായത്ത് റെഡിയായി. ആ ഹിദായത്ത് നിനക്ക് നീക്കി കിട്ടിയ ഹിദായത്ത്, എനിക്ക് എൻ്റെ അള്ളാഹു മാത്രം മതി എന്ന് തീരുമാനിക്കാൻ നിന്റെ മനസ്സിന് കിട്ടിയ ആ ഹിദായത്ത്, ഇനി അങ്ങോട്ട് ഞാൻ അള്ളാഹു അല്ലാത്തവരെ, മരിച്ചവരായാലും ശരി ജീവിച്ചിരിക്കുന്നവരായാലും ശരി, മലക്കായാലും ശരി ജിന്നായാലും ശരി, ഒരു പ്രശ്നത്തിനും ഇപ്പറയുന്നവരെ ഞാൻ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന തീരുമാനത്തിൽ നാം എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു, നിനക്കിതിന്റെ വില മനസ്സിലാകണമെങ്കിൽ നീ നൂഹിനെയും ലൂത്തിനെയും ഒന്ന് ആലോചിച്ച് നോക്കി. ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ. അല്ലാഹു അക്ബർ. ഇരിക്കുന്ന എന്നോട് നിങ്ങളോട് അള്ളാഹു സംസാരിക്കുന്നത്. ഹിദായത്തിന്റെ പശർമ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ചെറിയ കാര്യമല്ല. നിങ്ങളെ പാരമ്പര്യമായിട്ട് മുസ്ലിമായി പോയതല്ല. നിങ്ങൾ ഏതെങ്കിലും ഷെയ്ഖിന്റെയോ നബിന്റെയോ കെയർ ഓഫിൽ മുസ്ലിമായവരല്ല. അങ്ങനത്തെ ഒരു കെയർ ഓഫും നിങ്ങളെ ഹിദായത്തിൽ ഞാൻ പരിഗണിച്ചിട്ടില്ല. ഹിദായത്ത് അള്ളാഹ് സപ്ലൈ ചെയ്യുന്നത് വ്യക്തികളെ പരിഗണിച്ചുകൊണ്ടാണ്. റിസ്ക് സപ്ലൈ ചെയ്യുന്നത് സമൂഹത്തെ പരിഗണിച്ചുകൊണ്ടാണ്. മനസ്സിലാക്കണം എപ്പോഴും. അല്ലാഹു തആല ഒരാൾക്ക് ഹിദായത്ത് നൽകുന്നത് ആ വ്യക്തിയെ പരിഗണിച്ചുകൊണ്ടാണ്. ഉപ്പാനെ പരിഗണിച്ചിട്ട് മക്കൾക്ക് ഹിദായത്ത് കൊടുക്കുന്ന പ്രശ്നമില്ല. മക്കളെ പരിഗണിച്ചിട്ട് ഉപ്പാക്ക് ഹിദായത്ത് കൊടുക്കുന്ന പ്രശ്നമില്ല. ഭാര്യയെ പരിഗണിച്ചിട്ട് ഭർത്താവിന് ഹിദായത്ത് കൊടുക്കുന്ന പ്രശ്നമില്ല. ഭർത്താവിനെ പരിഗണിച്ചിട്ട് ഭാര്യയ്ക്ക് ഹിദായത്ത് കൊടുക്കുന്ന പ്രശ്നമില്ല. നേരെ മറിച്ച് ഭക്ഷണം അല്ലാഹ് സപ്ലൈ ചെയ്യുന്നത് കെയർ ഓഫിലാണ്. ഉപ്പാന്റെ കെയർ ഓഫിലായിരിക്കും മക്കൾക്കെല്ലാം റിസ്ക് ഉണ്ടാകുക. അല്ലെങ്കിൽ മക്കളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ കെയർ ഓഫിലായിരിക്കും ആ കുടുംബത്തിന്റെ ഭക്ഷണം മുഴുവനും അല്ലാഹ് സപ്ലൈ ചെയ്യുന്നുണ്ടാകുക. ആ ഒരുത്തൻ്റെ മരണം തീരലോ ആ ഒരുത്തൻ മരിക്കലോടുകൂടി അവൻ്റെ വിശാലത തീരും, ബാക്കി റേഷനാവും. പിന്നെ അല്ലാഹു തആല 10 മക്കളുടെ ഒരാൾക്ക്, അല്ലെങ്കിൽ 15 മക്കൾ, 5 മക്കളുണ്ട്, അതിലേതെങ്കിലും ഒരാളെ കെയർ ഓഫിലായിരിക്കും ബാപ്പാൻ്റെ കയ്യിൽ അല്ലാഹു തആല കൊടുക്കുന്നുണ്ടാകുക, വിശാലമായിട്ട് കൊടുക്കുന്നുണ്ടാകുക. അല്ലെങ്കിൽ അവൻ്റെ റേഷനായിരിക്കും. അവൻ്റെ കഥ തീരലോടുകൂടി റേഷനാവും. നിശ്ചയിച്ച ഭക്ഷണം മാത്രമേ പിന്നെ കിട്ടൂ. അപ്പം ഭക്ഷണം കെയർ ഓഫിലാണ്. മൂസനബിൻ്റെ കെയർ ഓഫിൽ മൂസനബിൻ്റെ കെയർ ഓഫിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കെയർ ഓഫിൽ മായിദ ഇറങ്ങി, സുപ്ര ഇറങ്ങി ആകാശത്തിൽ നിന്ന്. എല്ലാവരും ഭക്ഷണം കഴിച്ചു. എല്ലാവരും കഴിച്ചു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കെയർ ഓഫിൽ അടിച്ചു, പാറ പൊട്ടി, വെള്ളം വന്നു. ഏതാണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ആ വെള്ളം കുടിച്ചു.
ഭക്ഷണം, വെള്ളം മുതലായവ അല്ലാഹു തആല ഒരു വ്യക്തിയെ പരിഗണിച്ചുകൊണ്ട് വ്യക്തിക്ക് കൊടുക്കുകയല്ല, അല്ലാഹു തആല സമൂഹത്തെ പരിഗണിച്ചുകൊണ്ട് ഇറക്കുകയാണ്. ആകാശത്തിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത്, ഭൂമിയിൽ നിന്ന് ഭക്ഷണം പൊങ്ങുന്നത്, ഇതൊക്കെ സമൂഹത്തെ പരിഗണിച്ചുകൊണ്ടാണ്. ഹിദായത്ത് വ്യക്തിയെ പരിഗണിച്ചുകൊണ്ടാണ്. ശരിക്കും മനസ്സിലായിക്കൊള്ളു ഞാൻ പറയുന്ന വാ. എന്നിട്ട് നമുക്കാണ് അല്ലാഹു തആല ഉദാഹരണം പറഞ്ഞു തരുന്നത്. ലറബല്ലാഹു മസലൻ, ഒരു ഉദാഹരണം അല്ലാഹു നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ലില്ലദീന കഫറു, കുഫറിന്റെ അഹ്ലുകാർക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഹിദായത്തിൽ വന്നതിന്റെ വില നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചിന്തിക്കണം. ഇംറഅത്ത നൂഹിൻ, നൂഹ് നബിന്റെ ഭാര്യയെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കണം. വംറഅത്ത ലൂത്ത്, ലൂത്ത് നബിന്റെ ഭാര്യയെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചോളണം. അല്ലാഹ് നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മുടെ ഹിദായത്തിന്റെ വില പറഞ്ഞു തരാൻ. കാനത്ത് ആരായിരുന്നു അവർ രണ്ടുപേരും? കാനത്ത് അവർ രണ്ടുപേരും ആയിരുന്നു തഹ്ത അബ്ദൈനി മിൻ ഇബാദിന സ്വാലിഹൈൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് നബിമാരുടെ ഭാര്യമാരായിരുന്നു അവർ. അള്ളാഹുവാണ് അവർ അഡ്രസ്സ് പറഞ്ഞു തരുന്നത് നമുക്ക്. ആരായിരുന്നു അവർ രണ്ടുപേരും? എനിക്കിഷ്ടപ്പെട്ട സാലിഹായ രണ്ട് നബിമാരുടെ ഭാര്യമാരായിരുന്നു അവർ. പക്ഷേ ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ഷൈഅ, ഭർത്താവ് നബിയാണ്, ഭർത്താവ് റസൂലാണ്. ആ കെയർ ഓഫിൽ ആ രണ്ട് പെണ്ണുങ്ങൾക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. വക്കീലതുഹുലൻ നാറ മഅ ദാഖിലീൻ, നൂഹ് നബി കണ്ടോണ്ടിരിക്കെ നൂഹ് നബിന്റെ ഭാര്യ നരകത്തിലേക്ക് പോകും. ലൂത്ത് നബി നോക്കിക്കൊണ്ടിരിക്കെ ലൂത്ത് നബിന്റെ ഭാര്യ നരകത്തിലേക്ക് പോകും. നൂഹ് നബിക്കും ലൂത്ത് നബിക്കും ആ വിഷയത്തിൽ ഒന്നും തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇതാണ് നിങ്ങളെ ഹിദായത്തിന്റെ വില എന്ന് അള്ളാഹു നമുക്ക് ആ ഉദാഹരണം പറഞ്ഞിട്ട് മനസ്സിലാക്കി തരികയാണ്. അതേപോലെ തന്നെ പെണ്ണുങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് കിട്ടിയ ഹിദായത്തിന്റെ വില. നിങ്ങൾ അറിയുമോ ഹിദായത്തിന്റെ വില? ഫിറൗന്റെ ഭാര്യയെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കണം. ഫിറൗന്റെ ഭാര്യയെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കണം. ഫിറൗനെതിര്, ഭർത്താവെതിര്, ബാപ്പ എതിര്, മക്കള്, പിന്നെ കുടുംബം എതിര്, പട്ടാളം എതിര്, പോലീസ് എതിര്, നാടെതിര്, അവിടെ മുഴുവനും ഫിറൗന്റെ സംവിധാനം മുഴുവനും ആസിയാക്കെതിര്. പക്ഷെ ആസിയ റളിയല്ലാഹു തആല അൻഹ അള്ളാഹു നൽകിയ ആ ഹിദായത്ത് പിടിച്ചു നിന്നു. അവസാനം ക്രൂരമായി കൊന്നു ഭർത്താവ് ഭാര്യയെ. ആ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആസിയ അള്ളാഹിനോട് പറഞ്ഞു, അല്ലാ, നീ മാത്രമെന്ന് പറഞ്ഞ് വിശ്വസിച്ചതിന്റെ പേരിലാണ് എൻ്റെ ഭർത്താവിന്റെ ക്രൂരത ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സഹിക്കും, ഇനിയും ഞാൻ സഹിക്കും. എനിക്കൊരപേക്ഷയുണ്ട് നിന്നോട്. റബ്ബിബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ എനിക്ക് നീ ഒരു വീടുണ്ടാക്കി തരണം. ഖുർആനാ, നിസ്സാര വിഷയ കഥ. മുസ്ലിയാർക്ക് വേല പറയാനുള്ളതല്ല ഇത്. വേല പറഞ്ഞിട്ട് പള്ളി കമ്മിറ്റിക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാനുള്ളതല്ല. ഓരോന്റെ ഹിദായത്തിന്റെ വില മനസ്സിലാക്കി നിലനിർത്താനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ടുള്ളതാണത്. നാസി അള്ളാഹിനോട് പറഞ്ഞ വാക്കതാണ്, ഞാൻ സഹിക്കും, എന്തും സഹിക്കും. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൊട്ടാരവും വേണ്ട, പട്ടാളവും വേണ്ട, പൊന്നും സ്വർണ്ണവും മാണിക്കും മുത്തും ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മതി. ഞാൻ ആ രീതിയിൽ ക്രൂരമായി വധിക്കപ്പെട്ടാലും ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാക, വലോ ഖത്തഅതനി ഫിൽ ഹുബ്ബി ഇർബ ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാക. എന്നെ കണ്ടം തുണ്ടമായി എൻ്റെ അവയവങ്ങൾ മുറിച്ചു കളഞ്ഞ് എന്നെ ശിക്ഷിച്ചാലും എൻ്റെ മനസ്സ് നിന്നിലേക്കല്ലാതെ വേറൊരുത്തിലേക്ക് നീങ്ങുന്ന പ്രശ്നമില്ല. ഇത് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവണം. അതാണ് ഹിദായത്തിൻ്റെ അടയാളം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിദായത്ത് എന്താണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കി. അടുത്ത വിഷയം ഇസ്തിഖാമത്താണ്. എന്താണ് ഇസ്തിഖാമത്ത്? ഇസ്തിഖാമത്ത് എന്നാൽ ഹിദായത്തിനെ മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്തുന്നതിൻ്റെ പേരാണ് ഇസ്തിഖാമത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മ വേണം. ഇസ്തിഖാമത്ത് മരിക്കുന്നത് വരെ ഹിദായത്ത് സസ്പെൻഡായി പോകാൻ പാടില്ല, ഡിസ്മിസ്സായി പോകാൻ പാടില്ല. ഏത് സമയത്തും ഹിദായത്ത് സസ്പെൻഡ് ആവാം, ഏത് സമയത്തും ഹിദായത്ത് ഡിസ്മിസ് ആവാം, അംബിയാ മുർസലീങ്ങൾ ഒഴിച്ച്. ഹിദായത്തിൽ ഗ്യാരണ്ടി അംബിയാ മുർസലീങ്ങൾക്കേ ഉള്ളൂ, അല്ലാത്തവർക്ക് ഒരു ഗ്യാരണ്ടി അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അത് സഹാബി ആയാലും ശരി, വലിയായാലും ശരി, എത്ര വലിയ മഹാനായാലും ശരി. സഹാബാക്കളുടെ കൂട്ടത്തിൽ പലരുടെയും ഈമാൻ അല്ലാഹു തആല എടുത്തു കളഞ്ഞു. കാഫിറായിട്ട് ചത്തുപോയ സഹാബികൾ ഉണ്ടായിട്ടുണ്ട്, മുനാഫിക്കായിട്ട് മരിച്ചുപോയ സഹാബാക്കൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് കേൾക്കുമ്പോൾ അതിശയം തോന്നി. നമ്മളൊരു പക്ഷെ അതൊന്നും കേട്ടിട്ടുണ്ട്. നമ്മൾ ബിബറക്കത്തിയും ബിജാഹും കേട്ടിട്ടേ ശീലം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇന്ന തങ്ങളെ വർക്കത്തോണ്ട്, ഇന്ന ശേഖൻ്റെ വർക്കത്തോണ്ടെന്ന് കേട്ടിട്ടേ ശീലം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്. ബല്ലാമിന് ബഊറാവ് ലൗഹ് നോക്കിയിട്ട് ഉമ്മത്തോട് സംസാരിച്ച മഹാനായിരുന്നു. ആതൈനാഹു ആയാത്തിന, അള്ളാഹുവിൻ്റെ റിക്കാർഡ് നോക്കിയിട്ട് ഉമ്മത്തിനോട് സംസാരിക്കാൻ മാത്രം ഉയർന്ന ദർജയിലെത്തിയ വ്യക്തിയാണ് ബല്ലാമിന് ബഊറാവ്.
അയാളെപ്പറ്റി അള്ളാഹു തആല പറഞ്ഞ എന്താണെന്നറിയുമോ? മസലുഹു കമസലിൽ കൽബ്, അവസാനം നാവ് നീട്ടി ഓടുന്ന പട്ടിയെപ്പോലെ ചത്തു അവൻ പറഞ്ഞു അള്ളാഹു തആല. വത്തലു അലൈഹിം നബഅല്ലദി ആതൈനാഹു ആയാതിന, ഞാൻ ഉയർന്ന പദവിയിലെത്തിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കും നബിയെ നിങ്ങളുടെ ഉമ്മത്തിന്. അയാൾക്ക് ഞാൻ എല്ലാം കൊടുത്തു, അയാളെ ദർജ ഞാൻ ഉയർത്തി. അവസാനം അയാൾ ദുനിയാവിന് വേണ്ടിയിട്ട് അയാളെ നാവ് ഉപയോഗിച്ചു. അയാൾക്ക് ഞാൻ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. അയാളെന്തായി? പട്ടിയെപ്പോലെ ജീവിച്ച് ചത്തു എന്ന് പറഞ്ഞ അല്ലാഹു തആല ഖുർആൻ ശരീഫ്. അതുകൊണ്ട് വലിയാണ്, ഷെയ്ഖാണ്, സഹാബിയാണെന്ന് പറഞ്ഞിട്ട് ധൈര്യത്തിലിരിക്കാൻ പറ്റുകയില്ല. ഒരാൾക്കും അല്ലാഹു തആല ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല. ഇസ്തിഖാമത്തൊരു സൗഭാഗ്യമാണ്. ഇസ്തിഖാമത്ത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? ഇസ്തിഖാമത്ത് ഹിദായത്ത് പോലെയല്ല. ഹിദായത്ത് അല്ലാഹ് ഓശാരമായിട്ട് തരേണ്ടതാണ്. ഇസ്തിഖാമത്ത് നമ്മൾ പരിശ്രമിച്ചുണ്ടാക്കേണ്ടതാണ്. ഇസ്തിഖാമത്ത് നമ്മൾ മെനക്കെട്ടിട്ട് ഉണ്ടാക്കേണ്ടതാണ്. ഏത് സമയത്തും ഹിദായത്ത് ഡിസ്മിസ് ആവാം, ഏത് സമയത്തും സസ്പെൻഡ് ആവാം. ചുരുങ്ങിയ പക്ഷം ഹിദായത്ത് ഡാമേജ് വന്ന് ഉപയോഗശൂന്യമാവാം. എത്ര വലിയ തൗഹീദിൻ്റെ ആളായാലും, എത്ര വലിയ മുവഹിദായാലും, കുറേ കാലമായി തൗഹീദ് പ്രസംഗിച്ച് നടക്കുന്ന ഉസ്താദാണ് എന്ന് വെച്ചിട്ടൊന്നും അത് നിലനിർത്തി കൊടുക്കാൻ അള്ളാഹു തയ്യാറാവൂല. അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ. സഹാബാക്കളെ വിട്ടിട്ടില്ല അള്ളാഹ്, ഔലിയാക്കളെ വിട്ടിട്ടില്ല. പിന്നെയാണ് തൗഹീദ് പ്രസംഗിക്കുന്ന എന്നെയും നിങ്ങളെയും വിടാൻ. അതുകൊണ്ട് അയാൾ തൗഹീദ് പ്രസംഗിക്കുന്ന ആളെ പിന്നെ നിങ്ങളയാൾ ശിർക്കിലേക്ക് പോവുക. കള്ളമായ വാക്കാണത്. അള്ളാഹുവിൻ്റെ അധികാരത്തിൽ കൈയിടുന്ന വാക്കാണത്. തൗഹീദ് പ്രസംഗിച്ചവരും തൗഹീദിന് വേണ്ടി പരിശ്രമിച്ചവരും തന്നെയാണ് അവസാനം ശിർക്കിലേറ്റ് പോയിട്ട് ചത്തത്. മുസൈലിമുത്തുൽ കദ്ദാബ് യമാമയിൽ വെച്ച് ചത്തു. ആരാണ് മുസൈലിമുത്തുൽ കദ്ദാബ്? അഷ്റഫുൽ ഖൽക്കിനെ നേരിട്ട് കണ്ട് മുസ്ലിമായ സഹാബിയാണ് മുസൈലിമുത്തുൽ കദ്ദാബ്. ആ മുസൈലിമുത്തുൽ കദ്ദാബ് യമാമയിൽ വെച്ച് കാഫിറായിട്ട് ചത്തു. അബൂബക്കർ സിദ്ദീഖിന്റെ സൈന്യം മുസൈലിമുത്തുൽ കദ്ദാബയെ കൊന്നു. എന്താ കാര്യം? മുസൈലിമുത്തുൽ കദ്ദാബ് ആരായിരുന്നു? സഹാബിയായിരുന്നില്ലേ? റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് കണ്ടിട്ട് മുസ്ലിമായ ആളായിരുന്നില്ലേ? പക്ഷെ അല്ലാഹു തആല ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു അയാളെ. അവിടെ ഡിസ്മിഷൻ, സസ്പെൻഷൻ രണ്ടും സൂക്ഷിച്ചോളണം. ഈ മുവഹിദീങ്ങളാണ് ആദ്യം സൂക്ഷിക്കേണ്ടത്, സാധാരണക്കാരല്ല. തൗഹീദിന്റെ ആൾക്കാരാണ് സൂക്ഷിക്കേണ്ടത്. ഏത് സമയത്തും ഡാമേജ് വരാം. മലക്കിനെ കൊണ്ട് ഡാമേജ് വരാം, ജിന്നിനെ കൊണ്ട് ഡാമേജ് വരാം, അസ്ബാബുകൾ കൊണ്ട്, ദീനാർ കൊണ്ട്, ദിർഹം കൊണ്ട് ഡാമേജ് വരാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് തൈസ അബ്ദു ദീനാർ, ദീനാറിന്റെ അടിമ തൊലയട്ടെ. തൈസ അബ്ദു ദിർഹം, ദിർഹമിന്റെ അടിമയും തൊലയട്ടെ. തൈസ, അവൻ തൊലഞ്ഞ് പാളിസാവട്ടെ. വൻ തുക്കിസ, അവൻ മുട്ടുകുത്തി വീഴട്ടെ. വൈദാ ക്ഷീക ഫലൻ തുക്കിഷ, അവന്റെ കാലൊരു മുള്ളു തറച്ച അത് പറിച്ചെടുക്കാൻ കഴിയാതെ അവൻ കറങ്ങട്ടെ എന്ന് പറഞ്ഞു അല്ലാഹു തആല. ആരെ പറ്റി? മുവഹിദിനെ പറ്റിയാ പറഞ്ഞത്. ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമയെ പറ്റിയാ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഗൾഫുണ്ടായാൽ നമുക്ക് കാര്യങ്ങൾ നടക്കും, കുവൈത്ത് ഉണ്ടായ കാര്യം നടക്കും, ദീനാറിൻ്റെ അഹ്ലുകാർ, അതേപോലെ തന്നെ ദിർഹമിൻ്റെ അഹ്ലുകാരായ ദുബൈയോ ഷാർജയോ ഉണ്ടായ കാര്യം നടക്കുമെന്ന് വിശ്വസിച്ചാൽ അവൻ്റെ ശിർക്ക, അവൻ്റെ അപകടം പിടിച്ച വാക്കിലേക്കാണ് അവൻ പോയത്. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ തൈസ അബ്ദ്, അബ്ദ് എന്ന് പറയുമ്പോൾ മഅബൂദ് ഉണ്ടാകും. തൈസ അബ്ദു ദീനാർ എന്ന് പറയുമ്പോൾ ദീനാർ മഅബൂദാണ്. തൈസ അബ്ദു ദിർഹം എന്ന് പറയുമ്പോൾ അബ്ദിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റിൽ മഅബൂദ് വേണം. ആ മഅബൂദ് ദിർഹമാണ്. വെറുതെ തമാശക്ക് പ്രസംഗിക്കാനുള്ള അല്ല ഇത്. ധൈര്യമായി വേണം. ഉമ്മത്ത് കാര്യം മനസ്സിലാക്കിയേ പറ്റൂ. ഇസ്തിഖാമത്ത് വളരെ ഭയങ്കര വിഷയമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാരോട്, അജ്ജിമാരോട്, എൻ്റെ നഫ്സോട് ഞാൻ പറയട്ടെ, ഹിദായത്ത് അല്ലാഹ് തന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കണം. അത് ഓരോരുത്തർക്കും ചിന്തിക്കാൻ. എനിക്ക് നിങ്ങളെപ്പറ്റി പറയാനോ നിങ്ങൾക്ക് എന്നെ പറ്റി പറയാനോ സാധിക്കില്ല. ഹിദായത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലാണ്. ഞാൻ തീരുമാനിക്കണം ഞാൻ ഹിദായത്തിലാണോ അല്ലേ. അതെ, എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ എൻ്റെ അള്ളാഹിനെ മാത്രം, എങ്കിൽ ഞാൻ ഹിദായത്തിലാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ അള്ളാഹു അല്ലാത്തവരിലേക്ക്, എങ്കിൽ ഞാൻ ദലാലത്തിലാണ്. ഹിദായത്തിലാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്തിഖാമത്തിനെ പറ്റി ആലോചിക്കണം, ഇത് നിലനിർത്തിക്കൊണ്ടു പോകണം. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്തിന് വേണ്ടി തന്നിരിക്കുന്ന ആദ്യത്തെ മെറ്റീരിയൽ എന്താണ്? ഷഹാദത്താണ്. ഒരാൾക്ക് ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ ഇസ്തിഖാമത്തിലേക്ക് നയിക്കാൻ അല്ലാഹു തആല കൊടുക്കുന്ന ആദ്യത്തെ ആയുധം ഈ ഷഹാദത്ത് സഹിയാക്കലാണ്. എന്താണ് ഈ ഷഹാദ എന്ന് പറഞ്ഞാൽ? കരാർ. അള്ളാഹുമായിട്ടുള്ള കരാറിൽ ഏർപ്പെടുന്നതിനാണ് ഷഹാദത്ത് എന്ന് പറയുന്നത്. ഇസ്തിഖാമത്തിന് ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുമായിട്ട് കരാറിൽ ഏർക്കണം, കരാർ ചെയ്യണം, ഉടമ്പടി ചെയ്യണം, എഗ്രിമെന്റ് ചെയ്യണം അള്ളാഹുമായിട്ട്. ആ എഗ്രിമെന്റാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയൊരു മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് രണ്ടും ഷഹാദത്താണ്. ആ ഷഹാദത്തിൽ നിന്ന് വേണം ഇസ്തിഖാമത്ത് ആരംഭിക്കാൻ. എന്താണ് ഷഹാദ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് ഷഹാദ. എന്താണ് ഇതിന്റെ അർത്ഥം?
5-ാമത്തെ വയസ്സിൽ മദ്രസയിൽ ചേർത്തപ്പോൾ മൊല്ലാക്ക അർത്ഥം വെച്ച് വന്നിട്ടുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കറിയാൻ അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ അർത്ഥം പറഞ്ഞ് മനസ്സിലോർപ്പിച്ച് നാവ് കൊണ്ട് ഒളിവാക്കി പറയുന്നു. ഇല്ലേ, പണ്ട് പഠിച്ചിട്ടില്ലേ? വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹിന്റെ പ്രവാചകനും റസൂലുമാണെന്ന് അർത്ഥം പറഞ്ഞ് മനസ്സിലോർപ്പിച്ച് നാവ് കൊണ്ട് ഒളിവാക്കി പറയുന്നു. അന്ന് 5-ാമത്തെ വയസ്സിൽ മൊല്ലാക്ക കാണാതെ പഠിപ്പിച്ചതാ. ഇപ്പൊ 65, 70, 40 വയസ്സായി. ഇന്ന് വരെ ആലോചിച്ചിട്ടില്ല എന്തിന്റെ അർത്ഥമായിരുന്നു ഞാൻ അന്ന് അറിഞ്ഞത്, എന്തായിരുന്നു ഞാൻ അന്ന് മനസ്സിൽ ഉറപ്പിച്ചത്, എന്താണ് ഞാൻ അന്ന് നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞത് എന്ന് ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അന്ന് ആ മൊല്ലാക്ക പഠിപ്പിച്ചു വിട്ടതിന് ശേഷം ചിന്തിച്ചിട്ടുണ്ടോ? ഓരോരുത്തരും ചോദിക്കും, ഓരോരുത്തരുടെ അവസരമുണ്ട്. ചിലപ്പോൾ ഞാനിത് പറയുന്നത് വരെയും പലർക്കും ഷഹാദത്ത് എന്താന്ന് തിരിഞ്ഞിട്ട് വരെ ഉണ്ടാവില്ല ഈ കൂട്ടത്തിൽ. നമ്മൾ ആചാരവും ഉംറക്കാരും ഒക്കെ തന്നെയായിരിക്കും, നല്ല നിസ്കാരക്കാരും നോമ്പുകാരൊക്കെ തന്നെയായിരിക്കും. ഷഹാദത്ത് അറിയില്ലെങ്കിൽ പിന്നെ എന്ത് നിസ്കാരം, എന്ത് നോമ്പ്, എന്ത് ഹജ്ജ്, എന്ത് ഉംറ? എന്താണ് ഷഹാദ? അള്ളാഹുമായിട്ട് നടത്തിയ കരാറാണ്. എന്താണ് കരാറ്? അശ്ഹദു. ഹിദായത്തുള്ള മനസ്സിന് മാത്രമേ അത് സാധിക്കുള്ളൂ. അള്ളാഹു തആല ഹിദായത്ത് നൽകിയ മനസ്സിന് മാത്രമേ അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ് അള്ളാഹുവേ, നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു. അതാണ് അശ്ഹദുവിന്റെ വാക്കിന്റെ മാന. അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാമെന്ന് നിനക്ക് ഞാൻ ഉറപ്പ് തരുന്നു അള്ളാഹുവേ. എന്താണ് ഞാൻ തെളിയിക്കുക? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ഇന്നു മുതൽ അങ്ങോട്ട് അള്ളാഹു അല്ലേ, അള്ളാഹുവെ നീയല്ലാത്ത വേറൊരുത്തനെയും എന്തിനേയും ആശ്രയിക്കുന്ന പ്രശ്നമില്ല. അത് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. സുബ്ഹാനല്ലാഹ്. 1-ാമത്തെ ഷഹാദ. ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരാള്, പള്ളി കയറി നിസ്കരിച്ചു, അത്തഹിയാത്തോതി, ഫാത്തിഹ ഓതി, സൂറത്തോതി, അത്തഹിയാത്ത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അല്ലാഹു സ്വല്ലി അലാ പറഞ്ഞു, ദുആ ചെയ്തു. എന്നിട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നിങ്ങനെ പോവുകയാണ്. ആ സമയത്താണ് കാല് ഒരു കല്ലിന് വെച്ച് കുത്തിയത്. അല്ലാഹു തങ്ങളെ, എന്നാണ് നിന്റെ നാവിൽ നിന്ന് വന്നതെങ്കിൽ നീ അള്ളാഹുവിനോട് പറഞ്ഞത് കളവാണ്. നീ എന്താ പറഞ്ഞത്? അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്ത് പ്രശ്നം ഉണ്ടായാലും നിന്നെയേ വിളിക്കൂ എന്ന് പറഞ്ഞ് നീ നിന്റെ വാക്കിൽ മൊയ്തീശക്കങ്ങളോ ബദിരീങ്ങളോ ആണ് വന്നതെങ്കിൽ ആ വേദന വരുമ്പോൾ അപ്പം തന്നെ ഷഹാദത്ത് ബാത്തിലാവും. ബാക്കിൽ നിന്ന് കാറ്റ് പോയവന്റെ നിസ്കാരം ബാത്തിലാകുന്നത് പോലെ. നിസ്കാരം ബാത്തിലാവില്ലേ? ഒരാൾ നിൽക്കിരിക്കുക, 1 റക്അത്ത്, 2 റക്അത്ത്, 3 റക്അത്ത്, 4 റക്അത്ത്, അത്തഹിയാത്തിലെത്തി അത്തഹിയാത്തോതി, സലാത്തോതി, ദുആ ചെയ്യാം. ഇനി ഔദുബിക്കുന്ന ദാബിൽ കബീരി പറഞ്ഞ് മസീഹി ദജ്ജാൽ അത് പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പ് എൻ്റെ ബാക്കിൽ നിന്ന് കാറ്റുപോയി. ആ നിസ്കാരത്തിൻ്റെ ഹുക്കം എന്താണ്? ഉറപ്പാണല്ലോ. അപ്പം നിസ്കാരം ബാത്തിലാവും എങ്കിൽ പിന്നെ ഷഹാദത്ത് ബാത്തിലാവണ്ടേ? കൂട്ടുകാരെ, ഇസ്ലാം 1-ാമത്തെ കാര്യം ഷഹാദ, 2-ാമത്തെ കാര്യമില്ല നിസ്കാരം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യം ഉണ്ടെങ്കിൽ ഷഹാദത്ത് ബാത്തിലാകുന്ന കാര്യം വേണമല്ലോ. നോമ്പ് ബാത്തിലാകുമോ ഇല്ലയോ? വൈകുന്നേരം വരെ നോമ്പ് വെച്ച് തിന്നില്ല, കുടിച്ചില്ല, ഒന്നും ചെയ്തില്ല, 5 മണിയായി, 6 മണിയായി, 6:30 മഗ്‌രിബ് ബാങ്ക്, മേശപ്പുറത്ത് ഉമ്മ എല്ലാം കൊണ്ടുവച്ച് അങ്ങനെ വല്ലാണ്ട് ദാഹിക്കുന്നു. ഇനി 5 മിനിറ്റേ ഉള്ളൂ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ. ആ സമയത്ത് സഹിക്കാൻ എന്നില്ല, സർവത്ത് എടുത്ത് കുടിച്ചു. അവൻ്റെ നോമ്പിന്റെ ഹുക്കം എന്താണ്? മുറിഞ്ഞില്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഖളാ വീട്ടണം. എങ്ങനെ ഖളാ വീട്ടണം? വൈകുന്നേരം 5:50 മുതൽ അത്താഴം വെച്ചിട്ട് മഗ്‌രിബ് വരെ നോക്കിയിട്ട് 5 മിനിറ്റ് കൊണ്ട് മുറിച്ചാൽ പറ്റുമോ? അതോ തലക്കുന്നത് തുടങ്ങണോ? നിസ്കരിക്കുന്ന നമസ്കാരം എന്താ വേണ്ടി ചെയ്യേണ്ടത്? ഇനി ഒന്നും ഉണ്ടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ പോയി ഇരുന്നിട്ട് മസീഹി ദജ്ജാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ ശരിയാവുക? കാരണം അവിടെ മുറിഞ്ഞത്. മസീഹി ദജ്ജാൽ അടുത്തല്ലേ മുറിഞ്ഞത്. അപ്പൊ അതിന്റെ അപ്പുറത്ത് തേച്ച് കൂട്ടിയാൽ പറ്റുമോ? തലക്കുന്നേ തുടങ്ങണം. എങ്കിൽ ഷഹാദത്ത് മുറിഞ്ഞാൽ ഷഹാദത്ത് മുറിയോ ഇല്ലയോ? അതിന് മൊയ്യാന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റൽക മുഹമ്മദ് റസൂലുള്ളാഹി സലാത്ത് അൽക ബാക്കി ബിരിയാണി, ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയായി, മുഹമ്മദ് റസൂൽ സഹിയായി. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ദിക്റൽക്കിലും ബിരിയാണിയിൽ ഒതുക്കി, മുഹമ്മദ് റസൂലുള്ളാഹിയെ സലാത്ത് അൽക്കയിലും ബിരിയാണിയിൽ ഒതുക്കി. അതോടെ അവന്റെ നാശം കുത്തി, അവന്റെ ഷഹാദത്തേ കൊള്ളയായി. കൂട്ടരെ നിസ്കരിച്ചിട്ട് നോമ്പുന്നു നടക്കുന്ന സമയത്താണ് ഒരു കല്ല് തറച്ചിട്ടാണ് വിളിക്കുന്ന ബദിരീങ്ങളെ. അപ്പം തന്നെ ബാത്തിലാവും ഷഹാദ. ഷഹാദ ബാത്തിലായാൽ, നിസ്കാരം ബാത്തിലായാൽ, ആ നിസ്കാരം മാത്രം മടക്കി നിസ്കരിച്ചാൽ മതി. ഷഹാദത്ത് ബാത്തിലായാൽ പ്രായപൂർത്തിക്ക് ശേഷമുള്ള മുഴുവൻ നിസ്കാരവും മടക്കി നിസ്കരിക്കണം. മുഴുവൻ നിസ്കാരവും ബാത്തിലായി. പ്രായപൂർത്തിക്ക് ശേഷമുള്ള മുഴുവൻ നിസ്കാരവും ബാത്തിലായി. ലാ യഹ്ബത്തന്ന അമലുക്. നിസ്സാരമല്ല ശിർക്ക്. അല്ലാഹുവിന് കൊടുക്കുന്ന കരാർ അഷ്ഹദു, ഞാൻ ജീവിതം. അതുകൊണ്ട് മദീനയിൽ വെച്ച് നമ്മൾ ഉഹദ് പോയി കണ്ടു, ബദർ കണ്ടു,
എന്തിനു കണ്ടു? നമ്മുടെ ഷഹാദത്ത് അവര് നമ്മൾക്ക് ആ ദീൻ, ആ ഷഹാദത്ത് നമ്മളെ ഏൽപ്പിക്കാൻ വേണ്ടി ഷഹീദായവരാണ് അവർ. നമ്മളവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതും കുന്ത്രാണ്ടും കൊണ്ട് നടക്കുക, പെണ്ണടക്കം. മുസ്ലിയാക്കന്മാരെ ഭാര്യമാര് വരെ കയ്യിൽ കുന്തും കൊണ്ട് നടക്കണത്, ഫോണ്. എന്നിട്ട് സ്റ്റാറ്റസിൽ ഇടുക മക്കത്തിന്റെയും മദിനത്തിന്റെയും ഫോട്ടോ, മുസ്ലിയാക്കന്മാരെ ഭാര്യമാര് വരെ. പിന്നെയാണോ സാധാരണക്കാരന്റെ കഥ? എന്നിട്ട് ഒരിപ്പറ്റും ഒരു ഉളുപ്പില്ലാണ്ട് എടുത്തില്ലേ ഫോട്ടോ? വല്ല മര്യാദയും കാണിച്ചോ സഹാബാക്കളോടും റസൂലുള്ളാഹി തങ്ങളോടും? എന്നിട്ട് നാട്ടിൽ മുഴുവനും പ്രചരിപ്പിച്ചില്ലേ, വാട്സപ്പിലൂടെയും മറ്റിയും? എങ്ങനെ ധൈര്യം വന്നു ആ പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഫോട്ടോ എടുത്തിട്ട് അയക്കാൻ? എങ്ങനെ ധൈര്യം വന്നു? നന്ദി കെട്ടവരല്ലേ നമ്മൾ, നന്ദി കെട്ടവരല്ലേ നമ്മൾ, ഭാഗ്യം കെട്ടവരല്ലേ നമ്മൾ. നമുക്ക് ആ സംഭവം ഒന്ന് ഓർക്കാമായിരുന്നില്ലേ? അള്ളാഹു മാത്രം എന്ന ആശയം നമ്മുടെ മനസ്സിൽ എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് മരിച്ചു പിരിഞ്ഞവരാണ് അവർ നമ്മളോട്. ഒരു രക്തം സാക്ഷിയാണ് നമ്മുടെ ഷഹാദത്തിന്. അഷ്റഫുൽ ഖൽക്കിന്റെ പല്ല് സാക്ഷിയാണ് നമ്മുടെ ഷഹാദത്തിന്. അഷ്റഫുൽ ഖൽക്കിന്റെ കവിളത്തെ കുന്തം കയറി ചോര, ആ ചോര സാക്ഷിയാണ് നമ്മുടെ ഷഹാദത്തിന്. ആ ഷഹാദത്തിനെ നാം ജാറം കൊണ്ട് പൊളിച്ചു. മാപ്പർഹിക്കാത്തവരാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ. കേരളം തൊട്ട് ഫലസ്തീൻ വരെയുള്ള മുസ്ലിമീങ്ങൾ മാപ്പർഹിക്കാത്തവരാണ്. അവർ ക്രൂരന്മാരാണ് മുസ്ലിമീങ്ങൾ. അഷ്റഫുൽ ഖൽക്കിനോട് ദയയും കാണിക്കാത്തവർ, സഹാബാക്കളോടൊരു ദയയും ഇല്ലാത്തവർ. എന്നിട്ട് മാന്യന്മാരായിട്ട് വലിഞ്ഞു അടക്കുകയല്ലേ പണ്ഡിതന്മാരടക്കം എല്ലാവരും, സംഘടനക്കാരായാലും ആരായാലും. വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തെ ഷഹാദ അല്ലാഹു തആല ചോദിക്കുന്നു, ശരി നീ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദ തന്നു, ഇന്നു മുതൽ അങ്ങോട്ട് നിന്റെ ജീവിതത്തിൽ അല്ലാഹു അല്ലാതെ വേറെ ഒന്നുമില്ല, നീ അംഗീകരിച്ചിരിക്കുകയാണ്, നീ എനിക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്. ഇനി നിന്റെ ജീവിതം അങ്ങനെയാവും. നീ എങ്ങനെ ജീവിക്കും? നീ എങ്ങനെ ജീവിക്കും? നീ എങ്ങനെയാണ് തെളിയിക്കുക? നീ എങ്ങനെയാണത് തെളിയിക്കുക? അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, ഞാനിതാ നിനക്കൊരു റസൂലിനെ അയച്ചു തരും. ആ റസൂലിനെ ഫോളോ ചെയ്താൽ നിനക്ക് ആദ്യം പറഞ്ഞ ഷഹാദ തെളിയിക്കാം. അങ്ങനെയാണ് രണ്ടാമത്തെ ഷഹാദ വന്നത്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വഅഷ്ഹദു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തെളിയിക്കൽ എങ്ങനെയായിരിക്കും? മുഹമ്മദ് അള്ളാന്റെ റസൂലാണ് എന്ന് വെച്ചിട്ടായിരിക്കും ഞാൻ തെളിയിക്കുക. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടപ്രകാരം, എന്റെ ബുദ്ധി അനുസരിച്ച്, എന്റെ സയൻസ് അനുസരിച്ച്, നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മലക്ക് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ജിന്ന് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സിഹ്ർ റസൂലുള്ളാഹ്. അങ്ങനെ കുറെ കൗമിനെ അല്ലാഹ് അടച്ചു വിട്ടിട്ടുണ്ട് ദുനിയാവിൽ. നമ്മൾ അല്ലാഹ് കൊടുത്ത ഉറപ്പ് എന്താണ്? മുഹമ്മദി റിസാലത്തനുസരിച്ച് ജീവിക്ക് തെളിയിക്കും ഞാൻ. അവിടെ എനിക്ക് വേറെ ആരും പ്രശ്നമല്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഐ ലാ മത്ബൂഅ ബിഹഖിൻ ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഫോളോ ചെയ്യാൻ അർഹതയുള്ള ഒരാളെ ദുനിയാവിലുള്ളൂ, അത് മുഹമ്മദ് നബി മാത്രമാണ്. അത് ഞാൻ തെളിയിക്കും ജീവിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. ഒരാചാര് ബാർബർ ഷാപ്പിൽ പോവുമായിരുന്നു എന്നും. അപ്പൊ സാധാരണ ക്ലീൻ ഷേവ് ചെയ്യുന്ന രാജ്യാരാണ്. കുറെ നാളായി ആചാരെ കാണാത്തത്. ബാർബർ ഷാപ്പുകാരൻ ചോദിച്ചു, ബാർബർ ചോദിച്ചു, ആചാര്യ കുറെ നാളായാലും കണ്ടിട്ട്, കുറെ വളർന്നല്ലോ താടിയൊക്കെ. എടാ നീ വടിക്കണ്ട, നീ ഒന്ന് ഒപ്പിച്ചെന്നാ മതി. അതെന്താ ആചാര്യ പുതിയ പരിപാടി? 2 നേരം പഠിക്കുന്ന നിങ്ങളിപ്പം പഠിക്കണ്ട, ഒപ്പിച്ചെന്നാ മതിയെന്ന്. എടാ ഞാനൊരു ഉപദേശം കേട്ടു, മുഹമ്മദുർ റസൂൽ, നീ കേട്ടിട്ടില്ലേ മാങ്കുളിക്കുമ്പോഴൊക്കെ? ആ മുഹമ്മദിന്റെ റിസാലത്തനുസരിച്ച് ജീവിച്ചോളാമെന്ന് അള്ളാഹ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത് പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയാണെന്ന്. അതെ, ആ മുഹമ്മദ് ഈ റിസാലത്തിനെ ഫോളോ ചെയ്യുന്ന എനിക്കിത് പഠിക്കാൻ പറ്റൂലടാ, നീ ഒപ്പിച്ചു തന്നാ മതി. കുറേ നാൾ കഴിഞ്ഞു, ആചാരെ കാണാനില്ല, താടിയങ്ങ് നീണ്ടു. അത് ആചാര്യ വന്നിട്ട് പറഞ്ഞു, എടാ ഒപ്പിക്കണ്ട, താടിയെ വെട്ടേക്ക്, മീശ മാത്രം ഒന്ന് ഒപ്പിച്ച് ശരിയാക്കി. എന്താ ചേരെ ഒരുപാട് നീണ്ടിട്ടുണ്ടല്ലോ? അതേടാ, മുഹമ്മദുർ റസൂലും തന്നെ രണ്ടാമത്തെ ഭാഗം ഇത്തിബാ. എൻ്റെ പ്രവാചകൻ മരിക്കുന്നത് വരെ താടി തൊട്ടിട്ടില്ലടാ. ആ മുഹമ്മദ് ഈ റിസാലത്തനുസരിച്ച് ജീവിച്ചോളാമെന്ന് ഞാൻ എൻ്റെ അള്ളാഹ്ക്ക് ഉറപ്പ് കൊടുക്കുക. എന്നിട്ട് താടിയുടെ കാര്യത്തിലെങ്കിലും ഞാൻ ആ മുഹമ്മദ് നബിക്ക് എതിരായിട്ട് നിൽക്കുക. പിന്നെ എൻ്റെ ഷഹാദത്തിന് എന്ത് അർത്ഥമാണടാ? മനസ്സിലായല്ലോ ഷഹാദത്ത് പ്രാവർത്തികമാക്കേണ്ട രീതി എങ്ങനെയാണെന്ന്. 3 രീതിയാണ് സ്വീകരിക്കേണ്ടത്. ഷഹാദത്താൻ ഏതൊരു കാര്യത്തിലും 3 രീതി ഉണ്ടാകും. താടിയുടെ വിഷയത്തിന്റെ ഉദാഹരണം മഅസിയത്തിന്റെ താടി, ഇത്താഅത്തിന്റെ താടി, ഇത്തിബായിന്റെ താടി. മഅസിയത്തിന്റെ താടി പാപകരമായ താടി,
മുഹമ്മദ് ഈ റിസാലത്തിന് ഘടകവിരുദ്ധമായ താടി. അതെന്താണ്? ഹൽഖുല്ലിഹിയ, താടിയെ ക്ലിയറാക്കി വടിക്കുക. ഇത് മുഹമ്മദ് ഈ റിസാലത്തിന് കൊടുത്ത ഷഹാദത്തിനെതിരാണ്. അതുകൊണ്ടാണ് അത് പാപകരമായത്. രണ്ടാമത്തത് ഇതാഅത്തിന്റെ താടി, അനുസരണത്തിന്റെ താടി. എന്താണ് അനുസരണം? അള്ളാന്റെ റസൂലും പഠിപ്പിച്ച നിയമമാണ് അനുസരണം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ശരീഅത്തനുസരിച്ച് ആവാൻ എന്ത് ചെയ്താൽ മതി? താടി വടിക്കാതിരുന്നാൽ മതി. ഇമാം ഷാഫി റഹ്മഹുല്ല പറഞ്ഞു, രോമത്തിന്റെ ഇടയിലൂടെ തൊലിയുടെ നിറം കാണാത്ത അത്ര രോമെങ്കിലും മുഖത്തുണ്ടാവണം പുരുഷന്മാർക്ക്. രോമങ്ങൾക്കിടയിലൂടെ തൊലിയുടെ നിറം കാണാൻ പാടില്ല, അത്രയെങ്കിലും ഉണ്ടാകണം. എന്നുവെച്ചാൽ നന്നടിയിലൂടെ ട്രിം ചെയ്യരുത്, തൊലി കാണാൻ പാടില്ല രോമത്തിനിടയിലും, അത്രയും കൂടെ. എന്നാൽ ഇതാഅത്ത് അനുസരണമായി, ഓൻ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവനായി, എന്നുവെച്ചാൽ മുഹമ്മദ് റസൂൽ കൊടുത്ത ഷഹാദത്തെ സഹിയാക്കിയവനായി. മൂന്നാമത്തെ താടി ഇത്തിബാഇന്റെ താടിയാണ്, അനുകരണം. ഇതാഅത്ത് അനുസരണം, ഇത്തിബാ അനുകരണം. അനുസരണം നിയമത്തെയാണ്, അനുകരണം വ്യക്തിയെയാണ്. അതുകൊണ്ടാണ് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അനുസരണത്തിൽ അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. അനുകരണത്തിൽ അള്ളാഹിനെ അനുകരിക്കലില്ല, റസൂലിനെ മാത്രമേ അനുകരിക്കലുള്ളൂ. ആ വാക്ക് മനസ്സിലാക്കണം ശരി. ഇത്തിബാ അനുകരണമാണ്, അള്ളാഹിനെ അനുകരിക്കാൻ പറ്റൂല. ലൈസ കമിസ്ലിഹി ശൈഅ് വലഹുൽ മസലുൽ അഅല. പക്ഷെ റസൂലുള്ളാഹിനെ അനുകരിക്കണം, അനുസരിക്കണം. അനുസരണത്തിന്റെ ഭാഗം താടി ഒന്നുമില്ലെങ്കിൽ ചുരുങ്ങിയത് ഒപ്പിക്കുകയും ചെയ്യുക, വടിക്കൽ ഒഴിവാക്കുക. അത് അനുസരണമായി, അതെന്നെ സ്വതന്ത്രമായി അങ്ങ് വിട്ടേക്കുക വളരാൻ. അപ്പം അനുകരണമായി. സ്ത്രീകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. വസ്ത്രം, ഉദാഹരണത്തിന് വസ്ത്രം എടുക്കുക. സ്ത്രീകളുടെ വസ്ത്രം 3 തരമാണ്. ഒന്ന് മഅസിയത്തിന്റെ വസ്ത്രം, രണ്ടാമത്തത് ഇതാഅത്തിന്റെ വസ്ത്രം, മൂന്നാമത്തത് ഇത്തിബാഇന്റെ വസ്ത്രം. മഅസിയത്തിന്റെ വസ്ത്രം എന്താണ്? സ്ത്രീകൾക്ക് 2 തരത്തിലുള്ള വസ്ത്രമാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഷഹാദത്തിലുള്ളവർക്കാണ്. എടോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കരാർ കൊടുക്കുക, എന്നിട്ട് നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുക. മുഹമ്മദ് റസൂലുള്ളാഹിക്ക് കരാർ കൊടുക്കുക, എന്നിട്ട് ഏതോ തങ്ങൾ പറയും പോലെ ജീവിക്കുക. ഷഹാദത്ത് ബാത്തിലാണ്. ഷഹാദത്ത് ബാത്തിലായവൻ കാലാകാലം നരകത്തിലാണ്. നിസ്കാരം ബാത്തിലായവന് ചിലപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. നോമ്പ് ബാത്തിലായവനിക്ക് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. ഹജ്ജും ഉംറയും ബാത്തിലായവനിക്ക് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. ഷഹാദത്ത് ബാത്തിലായവൻ കാലാകാലം നരകത്തിലാണ്. എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് ഷഹാദത്തിനെ പറ്റി? സ്ത്രീകൾക്ക് 2 തരത്തിലുള്ള വസ്ത്രം, ഒന്ന് ഇതാഅത്തിന്റെ വസ്ത്രം, മറ്റേത് ഇത്തിബാഇന്റെ വസ്ത്രം. സ്ത്രീകൾക്ക് 2 തരത്തിലുള്ള വസ്ത്രം, ഒന്ന് ഔറത്ത് മറക്കാനുള്ള വസ്ത്രം, മറ്റേത് സീനത്ത് മറക്കാനുള്ള വസ്ത്രം. സ്ത്രീകൾക്ക് 2 വസ്ത്രമാണ് ഇസ്ലാം നിശ്ചയിച്ചത്. ഒന്ന് ഔറത്ത് മറക്കാനുള്ള വസ്ത്രം, മറ്റേത് സീനത്ത് മറക്കാനുള്ള വസ്ത്രം. സ്ത്രീകളുടെ ഔറത്ത് ഏതാണ്? മാസി വൽ വജ്ഹി വൽ കഫൈൻ, മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലമാണ് സ്ത്രീകളുടെ ഔറത്ത്. നിസ്കാരത്തിൽ സീനത്ത് മറക്കണമെന്നില്ല, ഔറത്ത് മറച്ചാൽ മതി. നിസ്കാരത്തിൽ പെണ്ണുങ്ങൾക്ക് സീനത്ത് മറക്കണമെന്നില്ല, ഔറത്ത് മറച്ചാൽ മതി. അതുകൊണ്ടാണ് മുഖവും മുങ്കയും തുറന്നിടാൻ പറഞ്ഞിരിക്കുന്നത്. അള്ളാന്റെ കൽപ്പന എങ്ങനെയാണ്? അതേ അവസരത്തിൽ സീനത്ത് മറക്കണം. എന്താണ് സീനത്ത്? ഒരു സ്ത്രീയുടെ സീനത്ത് ഏതാണ്? ഒരു സ്ത്രീയുടെ സൗന്ദര്യം നോക്കാൻ ഇടം നോക്കിയാൽ മതി. ആണല്ലോ, ഉറപ്പാണല്ലോ. മറ്റേടി നോക്കിയാലും സീനത്ത് മനസ്സിലാവില്ല. ഇപ്പം ഞാൻ മദീന ആയതുകൊണ്ട് ഞാൻ നാണഭാഷ ഉപയോഗിക്കുന്നില്ല. ഒരു പെണ്ണിന്റെ സീനത്ത് മനസ്സിലാകുന്ന മുഖത്തന്നെ. പെണ്ണ് കാണാൻ പോയാൽ പെണ്ണിന്റെ ഏത് ഭാഗം നോക്കാനാ പോകുക സാധാരണ? ആ പെണ്ണിന്റെ ബാപ്പ മുഖം മുഴുവനും മൂടിയിട്ട് കാണിച്ചു തന്നാൽ വേറെ ഏത് കടിക്കും നോക്കിയിട്ട് സീനത്തുള്ള ആൾ നിങ്ങൾക്ക് മനസ്സിലാവോ? ഒരു പെണ്ണിന്റെ സീനത്ത് മുഖം നോക്കിയാൽ മനസ്സിലാവും. ഒരു പെണ്ണിന്റെ കളറ് പുറംകൈ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം പെണ്ണ് കാണാൻ പോകുന്ന ഒരുത്തന്നെ അവകാശപ്പെട്ട നോട്ടം മുഖവും മുങ്കയും മാത്രമാണ്. അപ്പോൾ ഏടി നോക്കാൻ പറ്റില്ല. ഉമ്മയും പെങ്ങളും പോയി നോക്കിക്കൊള്ളണം. മൊട്ടത്തിയാണോ പൊട്ടത്തിയാണോ കുരുടത്തിയാണോ മുടത്തിയാണോ, ഇതെല്ലാം ഉമ്മയും പെങ്ങളും പോയി നോക്കിക്കൊള്ളണം. ഇത് ഞാൻ ഫോൺ എടുത്തിട്ട് പോയിട്ട് അവളെ റൂമിൽ കയറ്റിയിരുത്തിട്ട് മുഴുവൻ സ്കാൻ ചെയ്യുകയല്ലേ പെണ്ണ് കാണാമെന്നും പറഞ്ഞിട്ട്. നിങ്ങളെ മംഗലാവരാ കൂടുതലത്. പെണ്ണിന്റെ സീനത്ത് മുഖമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പെണ്ണിന്റെ സീനത്ത് കാണിക്കാൻ അനുവദിക്കപ്പെട്ട ചിലരുണ്ട്. ഖുർആൻ, ലാ തുബ്ദീന സീനത്തഹുന്ന, പെണ്ണ് അവളുടെ പെണ്ണ് അവളുടെ സീനത്ത് വെളിവാക്കരുത്. ലാ തുബ്ദീന സീനത്തഹുന്ന, പെണ്ണുങ്ങൾ അവരുടെ സീനത്ത് വെളിവാക്കരുത്. എന്നുവെച്ചാൽ എൻ്റെ അർത്ഥം മുഖം വെളിവാക്കരുത് തന്നെ. അതെ, ഏതാ സൗന്ദര്യം? അർത്ഥം വെക്ക്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പറ. നിങ്ങളുടെ നാട്ടിൽ മംഗലവർക്കാർക്ക് ഒരു പെണ്ണിന്റെ സൗന്ദര്യം പിന്നെ ബേക്കോത്തൊന്നല്ലല്ലോ. ഞാൻ പറഞ്ഞത് ഭാഷ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുന്നത് കൊണ്ടാ.
എല്ലാ പെണ്ണിനും മുഖം തന്നെയല്ലേ സൗന്ദര്യം, ഉറപ്പാണ്. വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്തല്ല, തുബുദീന സീനത്തഹുന്ന, ഒരു പെണ്ണ് അവൾ മുഖം തുറന്നിടാതിരിക്കട്ടെ, മറ്റുള്ള സീനത്ത് കാണിക്കാതിരിക്കട്ടെ, ഇല്ലാ ലി ബുഊലത്തിഹിന്ന, ഭർത്താവിനൊഴികെ. അപ്പം ഭർത്താവിന് എന്ത് കാണാം? പെണ്ണിൻ്റെ സീനത്ത് കാണാം. എന്നുവെച്ചാൽ മുഖം ഭർത്താവിൻ്റെ മുമ്പിൽ ഓക്കെ. ഔ ആബാഇഹിന്ന, ബാപ്പാൻ്റെ മുമ്പിലും ആവാം. ഔ ആബാഇ ബുഊലത്തിഹിന്ന, ഭർത്താക്കന്മാരുടെ ബാപ്പാൻ്റെ മുമ്പിലും മുഖം തുറന്നിടാം. ഔ അബിനാഇഹിന്ന, ആമക്കളെ മുമ്പിലും മുഖം തുറന്നിടാം. ഔ അബിനാഇ ബുഊലത്തിഹിന്ന, ഭർത്താക്കന്മാർക്ക് വേറെ വിവാഹത്തിൽ ആമക്കളുണ്ടെങ്കിൽ അവരുടെ മുമ്പിലും മുഖം തുറന്നിടാം. ഔ ഇഖ്വാനിഹിന്ന, ആങ്ങളാരുടെ മുമ്പിലും മുഖം തുറന്നിടാം. ആങ്ങളാർന്നല്ലേ പറയാം, ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, മംഗലാർക്കാർ എന്താ പറയുക, സഹോദരങ്ങൾ, ബ്രദേഴ്സ് അല്ലേ, ആങ്ങളാറ്. ഔ അബിനാഇ ഔ ബനി അഖവാതിഹിന്ന, ഏട്ടത്തിൻ്റെയും അനിയത്തിൻ്റെയും ആ മക്കളെ മുമ്പിൽ. ഔ ബനി ഇഖ്വാനിഹിന്ന ഔ അഖവാതിഹിന്ന, ഏട്ടൻ്റെയും ആങ്ങളാരുടെ ആ മക്കളെ മുമ്പിൽ, ആങ്ങളാരുടെ ആ മക്കളെ മുമ്പിൽ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരു പെണ്ണ് പുറത്തിറങ്ങുന്ന സമയത്ത് ഓളെ ജീനത്ത് കാണിക്കാൻ പറ്റിയവർ ഇവരാണ് എന്ന് അള്ളയാ പറഞ്ഞു തരുന്നത്. അള്ളാഹ്ക്കൊന്നും തിരിഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ മുഖമറക്കാത്ത സ്ത്രീകളോട് ഈ ഇരിക്കുന്ന എല്ലാം നിങ്ങൾ ആങ്ങളാരാണോ? അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാം നിങ്ങൾ ഉപ്പമാരാണോ? ഈ ഇരിക്കുന്ന എല്ലാം നിങ്ങൾ ആങ്ങളാരുടെ ആ മക്കളാണോ? ഞാനടക്കം ആണോ? ഈ മുഖം തുറന്നിരുന്ന പെണ്ണുങ്ങളോട് എന്താ ചോദിക്കണ്ടേ? നിങ്ങളോട് ധൈര്യമായി ചോദിക്കുന്നു, ഉംറ കഴിഞ്ഞിട്ട് പോവുകയാണ് നാട്ടിലേക്ക്, ഗൗരവമായി ദീനും ഉൾക്കൊണ്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഉംറ പാഴാണ്, ആ പൈസ പാഴാണ്. തീരുമാനം എടുക്കാൻ വന്നാണ് നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ. മീക്കാത്തിൽ നമ്മൾ ഇഹ്റാം കെട്ടി മീക്കാത്തിലെത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹു തആല ഹാജിയോട് ചോദിക്കുന്നു, ഓ ഹാജി എങ്ങോട്ടാ? നിന്റെ വീട്ടിലേക്കാണ് അള്ളാഹുവേ, നിന്റെ വീട് സന്ദർശിക്കാൻ. ആണോ? എൻ്റെ വീട്ടിലേക്കാണോ? ആണ്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ വീട്ടിലേക്കാണ് നീ വരുന്നതെങ്കിൽ നിന്റെ ഈ ഡ്രസ്സ് നീ അഴിച്ചു മാറ്റണം. നിന്റെ ഈ കോട്ടും സൂട്ടും ഇട്ടൊന്നും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റൂല. നീ ഒരു തുണി ഉടുക്കണം, ഒരു തുണി പുതക്കണം. സാധിക്കുമോ? ആരോടെ ചോദിക്കുന്നല്ല? രാജാവിനോട്, മന്ത്രിയോട്, കൊടീശ്വരനോട്, ഷെയ്ഖിനോട്, ആലിമിനോട്, ആണിനോട്, ഉസ്താദിനോട്, തങ്ങളോട്, ആണുങ്ങളോട് ചോദിക്കുക. അല്ലാഹു തആല അഴിച്ചു മാറ്റു തുണി അല്ലേ? ഒരു തുണി ഉടുക്ക്, ഒരു തുണി പുതക്ക്. തയ്യാറാണോ? ആണ് അല്ലാഹുവേ, തയ്യാറാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അതാണ് അതിൻ്റെ അർത്ഥം. ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ തയ്യാറാണ് അല്ലാഹുവേ എന്ന് അല്ലാഹ് ഉറപ്പ് കൊടുക്കുകയാണ്. ഉടൻ തന്നെ അഴിക്കലായി, മാറ്റലായി, തുണി ഉടുക്കലായി, തുണി പുതക്കലായി. ലബ്ബൈക്ക് അല്ലാഹുമ്മ ബിഉംറത്തിൽ, അതാണ് ലബ്ബൈക്കിൻ്റെ മാന. ഞാൻ തയ്യാറാണ് അല്ലാഹുവേ, നീ എന്ത് പറഞ്ഞാലും. ഞാൻ ജീവിതത്തിൽ തുണി ഉടുത്ത് ശീലമില്ല, എന്നാലും നീ പറയുന്നു തുണി ഉടുക്കാൻ ഞാൻ തയ്യാറാണ്. ജീവിതത്തിൽ ഞാൻ തുണി ഇങ്ങനെ പുറത്ത് നടന്നിട്ടില്ല, ഞാൻ തയ്യാറാണ്. നീ പറഞ്ഞു ചെയ്തില്ലേ? നമ്മൾ സ്ത്രീകൾ മീക്കാത്തിലെത്തി. അല്ലാഹു തആല ചോദിക്കുന്നു സ്ത്രീകളായ അടിമകളോട്, എങ്ങോട്ടാ? നിന്റെ ഭവനത്തിലേക്ക്. ഉറപ്പാണോ? ആണ്. എങ്കിൽ നീ നിന്റെ മുഖം മൂടി അഴിച്ചു മാറ്റ്. നീ അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണ്, തറവാടിത്വമുള്ള കുടുംബത്തിലെ പെണ്ണ്. നിന്റെ മുഖം ഇന്ന് വരെ ഒരു അന്യപുരുഷൻ കണ്ടിട്ടില്ല. നിന്റെ അയൽവക്കക്കാർ പോലും നിന്റെ മുഖം കണ്ടിട്ടില്ല. നീ ആരെയും കാണിച്ചിട്ടുമില്ല. ആ രീതിയിൽ നീ ജീവിച്ചു. ആ രീതിയിൽ സംശുദ്ധയായിട്ട് നീ ജീവിച്ചു. അന്തസ്സോടെ നീ ജീവിച്ചു. തറവാടിത്വത്തോടെ നീ ജീവിച്ചു. ഞാനത് അംഗീകരിക്കുന്നു. ഇനി അങ്ങോട്ട് മുഖം തുറന്നിട്ടിട്ട് പോയാൽ മതി എൻ്റെ വീട്ടിലേക്ക്. നീ വെറും അടിമപ്പെണ്ണാണ്. നീ വെറും അടിമപ്പെണ്ണാണ്. എൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നീ മുഖം തുറന്നിടണ്ട, മുഖം മറക്കണ്ട, തുറന്നിട്ട് വന്നാൽ മതി. തയ്യാറുണ്ടോ? ഉണ്ടല്ലാഹുവേ. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ, ഞാനത് ശീലിച്ചിട്ടില്ലെങ്കിലും, എൻ്റെ ബാപ്പയും ഉമ്മയും എന്നത് ശീലിപ്പിച്ചിട്ടില്ല മുഖം തുറന്നിട്ട് പുറത്തിറങ്ങാൻ. എൻ്റെ ഭർത്താവും ശീലിപ്പിച്ചിട്ടില്ല. ഇപ്പം നീ പറയുന്നു നിന്റെ അടുത്തേക്ക് വരണമെങ്കിൽ മുഖം തുറക്കണമെന്ന്. ഞാൻ തയ്യാറാണ് അല്ലാഹുവേ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് പറഞ്ഞില്ലേ നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ തൽബിയത്ത്? തയ്യാറാണ് അല്ലാഹുവേ എന്നും പറഞ്ഞിട്ട് നാം ചെയ്തത് എന്തായിരുന്നു? ഇതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഷഹാദത്ത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോയി നാം മക്കയിലേക്ക്.
ഹജറുൽ അസ്വദിന്റെ അടുത്ത് പോയി നിന്നിട്ടാണ് ഞാൻ തവാഫ് തുടങ്ങേണ്ടതെന്നാ. അതിനു മുമ്പ് ഒരു പ്രതിജ്ഞ പറയണം അള്ളാഹുവിനോട്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു അലം. അല്ലാഹുമ്മ ഈമാനം ബിക് വതസ്ദീഖൻ ബികിതാബിക് വവഫാഅൻ ബിഅഹദിക് വത്തിബാഅൻ ലിസുന്നത്തി നബിയിക്. ഇത് പറഞ്ഞിട്ടാണ് തവാഫ് തുടങ്ങേണ്ടത്. എന്താണ് ബാക്കിൻ്റെ? അല്ലാഹുമ്മ ഈമാനം ബിക്. ഇഹ്റാമിന്റെ വസ്ത്രവും ധരിച്ച് തൽബിയത്തും പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് കഅബാലയത്തിലേക്ക്. ആ ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അള്ളാഹ്ക്ക് കൊടുക്കുന്ന ഉറപ്പ്, അല്ലാഹുമ്മ ഈമാനം ബിക്. ഏ അല്ലാഹ്, ഞാൻ നിന്നെ മാത്രം പരിഗണിച്ചുകൊണ്ട് വന്നവനാണ്. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് നിന്നെ മാത്രം പരിഗണിച്ച് വന്നവനാണ്. ആണോ? ഭൂരിപക്ഷവും വരുന്നത് ഇഹ്റാം ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ജോലി മുഴുവനും സിയാറത്ത് സന്ദർശിക്കലല്ലേ, ജാറങ്ങൾ സന്ദർശിക്കലല്ലേ. എന്നിട്ട് തങ്ങളടുത്ത് പോയിട്ട് പറയല്ലേ, ഞാൻ ഹജ്ജിന് പോവുകയാണ്, എന്നെ സഹായിക്കണം തങ്ങളെ, എന്നെ കൂടെ കൃപ വേണം തങ്ങളെന്ന്. മക്കാമിൽ ജാറത്തിൽ പോയി ദർഗയിൽ പോയിട്ട് പറഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നത്. കള്ളം പറയല്ലേ ഹജറുൽ അസ്വദിനടുത്ത് പോയിട്ട് അല്ലാഹുമ്മ ഈമാനം ബിക്, ഞാൻ നിന്നെ മാത്രം പരിഗണിച്ച് ജീവിച്ചു വന്നവനാണെന്ന്. കള്ളമല്ലേ അത്? അള്ളാഹു അല്ലാത്ത ജിന്നുകളെയും മലക്കുകളെയും വലിയകളെയും ആശ്രയിച്ച് വന്നവനല്ലേ നീ? എന്നിട്ട് ഇവിടെ വന്നിട്ട് കളവ് പറയാണോ? എന്തിനാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ കളവ് പറയുന്നത്? പൈസയും ചെലവാക്കി വന്നിട്ട്. അതാണ് ആ വാക്കിന്റെ മായന. അല്ലാഹുമ്മ ഈമാനം ബിക് വവഫാഅൻ അല്ലാഹുമ്മ ഈമാനം ബിക് വതസ്ദീഖൻ ബികിതാബിക്. നിന്റെ പരിശുദ്ധമായ കിതാബിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആണോ? ജീവിതം അങ്ങോളം ഇങ്ങോളം കിതാബിനെതിരായിട്ടല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ സീനത്തടക്കം നീ ഒന്ന് പറയുന്നു, ഞാൻ ജീവിക്കുന്ന വേറെ ഒന്ന്. കൈമത് 2 വള ബാങ്കിൽ കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് പലിശക്ക് പൈസയും വാങ്ങിയിട്ടല്ലേ ഉംറക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിനോട് പറയാം, നിന്റെ കിതാബിൽ പറഞ്ഞ പോലെ ജീവിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന്. നീ വന്നിരിക്കുന്നത് പലിശന്റെ പൈസയുമായിട്ട്. അത് വിറ്റിട്ട് പോകാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? വിറ്റാ പോയില്ല ഉസ്താദെ, പണയം വെച്ചാൽ നമുക്ക് തിരിച്ചെടുക്കാലോ. ഈ വാക്കിന് എന്താ വായന? വതസ്ദീഖൻ ബികിതാബിക്, നിന്റെ പരിശുദ്ധ ഖുർആനിലുള്ളത് സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞത് കള്ളമല്ലേ? സത്യം പറഞ്ഞവൻ ജയിച്ചു. അവിടെയാണ് അല്ലാഹു തആല പറയുന്ന മറുപടി, ലബ്ബൈക അബ്ദി വസഅദൈക, നീ പറഞ്ഞത് സത്യമാണ്, നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. മറ്റവരോട് അല്ലാഹു തആല പറയും, ലാ ലബ്ബൈക വലാ സഅദൈക, പോടാ നിന്റെ തൽബിയത്തും കൊണ്ട്. റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞതല്ലേ, തൽബിയത്തിന്റെ സമയത്ത് അള്ളാഹിന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി വരിക, അരശന്ന് മറുപടി വരിക, ദർബാർ. മൂന്നാമത്തെ വാചകം എന്താണ്? വവഫാഅൻ ബിഅഹദിക, നിന്നോട് ഞാൻ ചെയ്ത കരാറ് പൂർത്തിയാക്കിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആണോ? അള്ളാഹ് കൊടുത്ത കരാർ എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അള്ളാഹുവെ നിന്നെ മാത്രമേ ഞാൻ ആശ്രയിക്കുകയുള്ളൂ, അത് ജീവിച്ച് തെളിയിച്ചോളാം എന്ന് നീ കരാർ. എന്നിട്ട് നീ പോയത് മുഴുവനും ദർഗകളിലേക്കല്ലേ ആവശ്യമായിട്ട്? നീ ആ കരാറ് ലംഘിക്കുകയല്ലേ ചെയ്തത്? ആ കരാറ് നീ ലംഘിക്കുകയല്ലേ? എന്നിട്ട് ഹജറുൽ പോയിട്ട് കളവ് പറയും, കരാറ് പൂർത്തിയാക്കിയിട്ടാ വന്നിരിക്കുന്നു. ഏത് കരാറാ പൂർത്തിയാക്കിയിരിക്കുന്നത് നാട്ടിൽ നിന്ന്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉംറ തമാശയല്ല, കാര്യമാണ്. ഹജ്ജ് തമാശയല്ല, കാര്യമാണ്. ഇസ്ലാമിൻ്റെ 5ാമത്തെ ഫർളാണ് ഹജ്ജും ഉംറയും. അല്ലാഹു തആല ഡയറക്റ്റ് ആയിട്ട് അവൻ്റെ ദർബാറിലേക്ക് വിളിക്കുകയാണ് നമ്മളെ കരാർ എങ്ങനെയുണ്ട് നോക്കാൻ. നമ്മുടെ നാട്ടിൻ്റെ പ്രതിനിധികളാണ്, നമ്മുടെ കുടുംബത്തിലെ പ്രതിനിധികളാണ് നമ്മൾ, നമ്മുടെ ഗ്രാമത്തിലെ പ്രതിനിധികളാണ്, നമ്മുടെ പഞ്ചായത്തിലെ പ്രതിനിധികളാണ് നമ്മൾ, നമ്മുടെ ജില്ലയിലെ പ്രതിനിധികളാണ് നമ്മൾ, നമ്മളെ സ്റ്റേറ്റിലെ പ്രതിനിധികളാണ് നമ്മൾ. അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അല്ലാഹു തആല. നമ്മൾ കരാറ് പാലിക്കുന്നുണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കാൻ. എന്നിട്ട് നമ്മളിലൂടെ വേണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും ഹിദായത്തിന്റെ പ്രകാശം എന്താണെന്ന്, ഹിദായത്തിന്റെ ഇസ്തിഖാമത്തിന്റെ പ്രകാശം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളിലൂടെ വേണം. ആ തീരുമാനമെടുത്തിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകാൻ. 4ാമത്തെ വാക്ക് വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദ്. ഹജറുൽ അസ്വദിനടുത്ത് പോയി നിന്നിട്ട് പറയുന്ന 4ാമത്തെ വാക്ക് അതാണ്, നിന്റെ പ്രവാചകൻ മുഹമ്മദ് നബിന്റെ സുന്നത്തിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന്. ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ട് കുളിക്കുമ്പോൾ തന്നെ ആദ്യം ചെയ്ത ജോലി ക്ലീൻ ചെയ്യുമായിരുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് പറയാം, നിന്റെ നബിന്റെ സുന്നത്ത് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കള്ളമല്ലേ അത്? നീ നബിന്റെ സുന്നത്തിനെ കൊന്നിട്ട് വന്നവനല്ലേ നാട്ടിൽ നിന്ന്? ഇഹ്റാമിന്റെ തലേന്നല്ലേ താടി ഒടിച്ചത് കുളിക്കാൻ വേണ്ടിയിട്ട്? എന്നിട്ട് അവിടെ പോയിട്ട് വത്തിബാഅൻ ലിസുന്നത്തി നബിയിക എന്ന് പറയാ. കള്ളമല്ലേ യഥാർത്ഥത്തിൽ? ഹജറുൽ അസ്വദിനടുത്ത് പോയിട്ട് പൈസയും ചെലവാക്കി വന്നിട്ട് കള്ളം പറയണം അല്ലാഹുവിനോട്? നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ, അല്ലാഹ് അല്ലാതെ വേറെ ആരെയും ഇതുവരെ വിളിച്ചിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് കഴിവിന്റെ പരമാവധി മുഹമ്മദ് ഈ റിസാലത്തിനെ ഫോളോ ചെയ്തിട്ടാണ് ജീവിച്ചത്. ആ രീതിയിലുള്ള ഒരുത്തൻ ഹജറുൽ അസ്വദിനടുത്ത് പറയുമ്പോൾ അല്ലാഹുമ്മ ഈമാനം ബിക്, അപ്പൊ അള്ളാഹു അർശിന്റെ റബ്ബ് പറയും, സദഖത്ത്, നീ സത്യമാനടാ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിക്കുക ആ രംഗം. ഒരു മുവഹീദിനെ അള്ളാഹ് സ്വീകരിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ.
സദഖത്ത്, നീ സത്യമാനടാ പറഞ്ഞത്. തസ്ദീഖൻ ബി കിതാബിക, നിന്റെ ഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചൊരുത്തനാണ് ഞാൻ. സദഖത്ത്, സത്യമാനടാ പറഞ്ഞത് നീ, നിന്നെ ഏറ്റെടുത്തത് ഞാൻ. വഫാഅൻ ബിഅഹദിക, നിനക്ക് ചെയ്ത കരാറ് ഞാൻ പരമാവധി പൂർത്തിയാക്കിയിരുന്നു. എന്നെ പലരും പറഞ്ഞു, ആ തങ്ങളെടുത്ത് പോ, ഈ തങ്ങളെടുത്ത് പോ, ആ ജാറത്തിൽ പോ, ഈ ദർഗിൽ പോ, ആ ഷെയ്ഖിൻ്റെ അടുത്ത് പോ, ഈ ജിന്നിൻ്റെ അടുത്ത് പോ, ആ മലക്കിൻ്റെ അടുത്ത് പോ. അവിടെ ജിന്നുമ്മ, ഇവിടെ ജിന്നുപ്പ. കാസർഗോട്ടുകാർക്ക് ജിന്നുമ്മാനെ കൂടുതൽ പരിചയം. മംഗലാപുരക്കാർക്ക് ജിന്നുപ്പാനെ. കാരണം ഈ ജിന്ന് കൂടുതൽ ഉമ്മമാരെയാണ് ദ്രോഹിക്കുക. ഉപ്പമാരടുത്ത് പോകാൻ ധൈര്യം കിട്ടൂല. ആണുങ്ങളടുത്ത് പോകാൻ ജിന്നിന് ധൈര്യം കുറവാണ്. പെണ്ണുങ്ങളടുത്ത് പോകാനാണ് ധൈര്യം കൂടുതൽ ജിന്നിന്. കാരണം വേഗം വളക്കാൻ പറ്റുക അവരെയാണ്. അങ്ങനെയാണ് ജിന്നുമ്മമാർ കൂടിയത്. ഇപ്പം ഒരു ജിന്നുമ്മാനെ കൊണ്ട് കളിക്കുന്നുണ്ടെന്നാണ് കേട്ടെ കാസർഗോഡുകാർ. അള്ളാഹ് സലാമത്താക്കി നമ്മളെ മദീനത്തുണ്ടാക്കിയത്. പലരും പറഞ്ഞിരുന്നു, അള്ളാഹുവേ ഞാൻ എവിടെയും പോയില്ല, കാരണം നിന്റെ ഹബീബ് വേദനിച്ചത് മുഴുവനും ഞാൻ അള്ളാഹുവിനെ മാത്രം, നിന്നെ മാത്രം വിളിക്കാൻ ഞാൻ അങ്ങനെ ആവണമെന്നാണ്. ആ ഹബീബ് നൊന്തത് മുഴുവനും. ആ നോവ് ഞാൻ പരിഗണിച്ചിട്ടുണ്ട് അള്ളാഹുവെ, ഞാൻ എവിടെയും പോയിട്ടില്ല. അപ്പോൾ അള്ളാഹു പറയുന്നു മുവഹിദിനോട്, സദഖത്ത, നീ സത്യമാണ് പറഞ്ഞു, നിന്നെ ഞാൻ അംഗീകരിക്കുന്നു, നിന്നെ ഞാൻ ഏറ്റെടുക്കും. നാലാമത്തെ വാക്ക് മുഹമ്മദ്. ഭർത്താവ് ചെറുപ്പക്കാരനാണ്, നല്ല താടിയുണ്ട്. ഭാര്യമാർക്ക് അധികം താടി ഇഷ്ടപ്പെടില്ല. ഭർത്താക്കന്മാരും പെണ്ണിൻ്റെ മുടി ഇഷ്ടപ്പെടാതിരുന്ന എന്താ ചെയ്യുക? ഒരു പെണ്ണ് പറയുന്ന ആണിനോട് നിങ്ങൾ താടി വടിക്കണമെന്ന്. അപ്പോൾ ആണ് പറയുന്നത് നീ എൻ്റെ മുടി വടിക്കുക, അപ്പോൾ ഞാൻ താടി വടിക്കാമെന്ന്. പെണ്ണ് എന്ത് ചെയ്യുക? മുടി വടിക്കുമോ? എങ്കിൽ പിന്നെ ആണുങ്ങളൊന്നും താടിയും പഠിക്കൂലല്ലോ. അല്ല, ആടെ എത്തുമ്പോൾ 13 എഴുത്തുമ്പോൾ 13-15 എങ്ങനെ ശരിയാകുക? അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് താടി ഇഷ്ടമില്ലെങ്കിൽ അവൾ പറയാം എനിക്ക് നിന്റെ മുടി ഇഷ്ടമല്ല, നീ മുട്ട അടിച്ചടക്കാൻ എനിക്ക് ഇഷ്ടം എന്ന് പറ, അടിക്കട്ടെ മുട്ട. അപ്പോൾ നമുക്ക് താടിൻ്റെ കാര്യം ആലോചിക്കാം. എന്താ റസൂലുള്ളാഹിനോട് അള്ളാഹിനോട് പോയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഏ അല്ലാഹ്, എൻ്റെ നാട്ടിൽ എൻ്റെ മുഖം ഒരു അന്യ പുരുഷൻ കണ്ടിട്ടില്ല അള്ളാഹുവേ. ഞാൻ എൻ്റെ താടി ഞാൻ തൊട്ടിട്ടില്ല അള്ളാഹുവേ. നിന്റെ മുഹമ്മദ് മുസ്തഫ അങ്ങനെ പഠിപ്പിച്ചത്, അത് ഫോളോ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ നാട്ടിൽ നിന്ന് അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. തൗഹീദ് മനസ്സിലായതിന് ശേഷം അങ്ങനെയാണ് ഞാൻ വന്നത്. സദഖത്ത, നീ സത്യം പറഞ്ഞു. അപ്പോഴാണ് ഒരു ഹാജിയുടെ വില മനസ്സിലാകുക, ഒരു ഉംറക്കാരൻ്റെ വില മനസ്സിലായാലും അപ്പോഴാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, നമ്മുടെ നാട്ടിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ ഹൽക്കായ മുത്തായ പൂവായ റസൂലുള്ളാഹി തങ്ങളുടെ നാട്ടിലാണുള്ളത്. അവിടുത്തെ വീട്ടിൻ്റെ അടുത്താണുള്ളത്. അവിടെ കിടക്കുന്ന അവിടെ നിന്ന് നിർമ്മിച്ചു തന്ന ആ മസ്ജിദുൻ നബവിയിലാണ് നമ്മളിന്ന് യാത്ര പറയുകയാണ്. യാത്ര പറയാൻ നേരത്തെ അഷ്റഫുൽ ഹൽക്കിന് ആ പള്ളിയിപ്പോ ലോഹറിക്കാൻ പള്ളി പോകുന്നില്ലേ, ആ പള്ളിയിപ്പോ ലോഹർ ജമാഅത്തായിട്ട് നിസ്കരിക്കും. തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ കയറി ബഹളം വെക്കാൻ നിൽക്കേണ്ട, സലാം പറയാൻ. കാരണം അഷ്റഫുൽ ഹൽക്കിൻ്റെ ഖബറ് ഖിയാമത്ത് നാൾ വരെ മനുഷ്യനെ കാണാൻ പറ്റാത്ത രീതിയിൽ അല്ലാഹു തആല മറച്ചു വെച്ചിരിക്കുകയാണ്. ഹിജ്റ 50-ാം വർഷം അഷ്റഫുൽ ഹൽക്കിൻ്റെ ജനാസ ശരീരം കട്ടുകൊണ്ടുപോകാൻ വേണ്ടി ജൂതന്മാർ കുഴിയുണ്ടാക്കി. അത് കിനാബ് കണ്ട് ഭരണാധികാരികൾക്ക് വന്നു, പിടിച്ചു, അവരെ കൊന്നുകളഞ്ഞു. അതിനുശേഷം 3 ഖബറിനും ചുറ്റും ആയിഷാബിൻ്റെ വീട്ടിന് ചുറ്റും ഭൂമിയിൽ വെള്ളം കാണുന്നത് വരെ കുഴിച്ച് ഇരുമ്പും ചെമ്പും മിക്സ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്ത് മൂടിയിരിക്കുകയാണ്. ലോകാവസാനം വരെ ആ 3 ഖബറും ആർക്കും കാണാൻ പറ്റില്ല. അതിൻ്റെ പുറത്താണ് ഈ കാണുന്ന ബഹളങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഖബറാടിയാന്ന് വെച്ചിട്ട് ആരും അങ്ങോട്ട്, അതുകൊണ്ട് തന്നെ സലാം ആടെ പോയി പറ, ആ ദ്വാരത്തിലൂടെ പറഞ്ഞാലേ അങ്ങോട്ടോ, ദ്വാരത്തിലൂടെ പറഞ്ഞാൽ കോൺക്രീറ്റ് തുളച്ചിട്ട് സലാം അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യില്ല. അത് പുറത്തെന്ന് പറഞ്ഞാലും പോകും. അതുകൊണ്ട് അച്ചടക്കത്തോടെ ആ ഖബർ ഷെരീഫിൻ്റെ തെക്കുഭാഗത്തോട്ട് മാറി ആ ബാത്റൂമിൻ്റെ അപ്പുറത്തേക്ക് മാറി നിന്നും മാനമായി സലാം പറഞ്ഞാൽ മതി. അവിടെ പോയി ക്യൂ നിന്നിട്ട് ബഹളമൊന്നും വെക്കണ്ട, അതബുകളും കാണിക്കണ്ട. നിങ്ങൾ ഈ ബാപ്പ ഇങ്ങനെ ഇരിക്കാം പുറക്ക് കസേരയും വെച്ചിട്ട്, നിങ്ങൾ കയറിപ്പോ അസ്സലാമു അലൈക്കും യാ ഉപ്പ, അസ്സലാമു അലൈക്കും യാ ഉപ്പ, അസ്സലാമു അലൈക്കും യാ ഉപ്പ. നിങ്ങൾ കൂടെ 3 സലാം പറഞ്ഞ ഉപ്പ നിങ്ങളെ പറ്റി എന്താ ചിന്തിക്കുക? എൻ്റെ മോനെന്തോ മാനസിക രോഗം കൊണ്ട് ഉളമ്പാർക്ക് കൊണ്ടുപോകണം. എങ്കിൽ അള്ളാഹ് റസൂലിൻ്റെ അടുത്ത് പോയിട്ട് അസ്സലാമു റസൂലുള്ളാഹ്, അസ്സലാമു റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ റസൂലായിരിക്കും എനിക്ക് എന്തോ സംതിങ് റോങ്. അച്ചടക്കത്തിൽ ഒറ്റ സലാം പറഞ്ഞ, അച്ചടക്കത്തിൽ ആ പുറത്ത് ഭാഗത്ത് പോയിന്ന് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പുറത്തൊരു സലാം അസ്സലാമു അലൈക യാ ഖലീഫത്ത് റസൂലില്ലാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. തൊട്ടപ്പുറത്ത് അസ്സലാമു അലൈക യാ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു. മതി, ഒറ്റ സലാം. വേറെ ഒരു പ്രശ്നം അവിടെ ഇല്ല, ഒരു ജോലിയും അവിടെ ഇല്ല. തിരിച്ചു വരിക,
തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തീരുമാനം പറയുക, ഞാനിതാ ഷഹാദത്തനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്, ഇനി അങ്ങോട്ട് ഞാനായിട്ട് ജീവിക്കും ഇൻഷാ അള്ളാഹ് എന്ന തീരുമാനം അള്ളാഹിനോട് പറഞ്ഞിട്ട് വേണം തിരിച്ച് നാട്ടിലേക്ക് പോകാൻ. അള്ളാഹു താല സന്തോഷത്തോടെ നാട്ടിലെത്താൻ തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു താല ഈ പറഞ്ഞതെല്ലാം എനിക്കും നിങ്ങൾക്കും അമലിൽ കൊണ്ടുവരാൻ, ജീവിതത്തിൽ പകർത്താനുള്ള സകല സൗഭാഗ്യങ്ങളും മരിക്കുന്നത് വരെ ഹിദായത്ത് നിലനിന്ന് ഇസ്തിഖാമത്തോടെ ജീവിച്ച് ഈ സർട്ടിഫിക്കറ്റുമായി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എന്താണോ വേണ്ടത് അത് പൂർത്തിയായി ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നമുക്കുണ്ടാക്കി തരികയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം.